നമസ്കാരം. കോട്ടയം ചാർട്ടേഡ് അക്കൗണ്ടൻസ് അസോസിയേഷൻ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. ഈ സുവർണ ജൂബിലി വർഷത്തിൽ CA അക്കാദമിക് രംഗത്തെ മികച്ച അധ്യാപകരെ ആദരിക്കുകയാണ്. ഇൻകം ടാക്സിലെ മികച്ച അധ്യാപകനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് CA ജസ്റ്റിൻ രാജ് സാറാണ്. ഏവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ് CA ജസ്റ്റിൻ രാജ് സാർ. കാൽപ്പനികമായ വളരെ മാറ്റത്തിന് തുടക്കം കുറിച്ച ഒരു വ്യക്തിയാണ് CA ജസ്റ്റിൻ രാജ്. അടങ്ങി ഒതുങ്ങിയിരുന്ന് നോട്ട് എഴുതി വീട്ടിൽ പൊയ്ക്കൊണ്ടിരുന്ന CA സ്റ്റുഡൻസിൻ്റെ ഇടയിലേക്ക് ക്ലാസ് മുറികൾ ഒരു പൂരപ്പുറമ്പ് പോലെ മാറ്റിയെടുത്ത ഒരു വിശേഷ വ്യക്തിത്വമാണ് CA ജസ്റ്റിൻ രാജ്. കോട്ടയം ചാർട്ടേഡ് അക്കൗണ്ട്സ് അസോസിയേഷൻ്റെ ഈ വർഷത്തെ മികച്ച ഇൻകം ടാക്സ് ഫാക്കൽറ്റിക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി CA ജസ്റ്റിൻ രാജ് സാറിനെ ക്ഷണിക്കുകയാണ്. വളരെയേറെ നീണ്ട ഒരു ഇവാലുവേഷനിലൂടെയാണ് ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കോട്ടയം ചാർട്ടേഡ് അക്കൗണ്ട്സ് അസോസിയേഷൻ്റെ ഈ മികച്ച ഇൻകം ടാക്സ് ഫാക്കൽറ്റിക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി CA ജസ്റ്റിൻ രാജ് സാറിനെ ക്ഷണിക്കുകയാണ്. ജസ്റ്റിൻ രാജ് സാർ, വെൽക്കം. അപ്പോൾ അഭിനന്ദനങ്ങൾ സാർ. സാറിനെ ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് ആരംഭിക്കാം. സാറിൻ്റെ സ്വദേശം എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എന്നൊക്കെ ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്താണ് പഠിച്ചതൊക്കെ. ഒരു സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. മലയാളം മീഡിയം, നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോഴ്സിനെ പറ്റിയൊന്നും നമുക്കൊരിക്കലും ബേസിക്കലി സ്കൂളിങ്ങിൽ പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെ ഒരു പ്രത്യേകിച്ച് സത്യത്തിലൊരു ലക്ഷ്യബോധം പോലും ഇല്ലായിരുന്നു. എന്ത് പഠിക്കണം അങ്ങനൊരു ഐഡിയ ഒന്നുമില്ല. +2 സയൻസ് എടുക്കാനായിരുന്നു, +1 +2 സയൻസ് എടുക്കാനായിരുന്നു വീട്ടുകാരുടെ ഒരു കമ്പൽഷൻ. കാരണം നമ്മുടെ റിലേറ്റീവ്സൊക്കെ പലരും സയൻസ് ഫീൽഡ് എടുത്തതുകൊണ്ട്. പക്ഷേ എനിക്ക് ഈ മാത്തമെറ്റിക്സും കെമിസ്ട്രി എന്ന് പറയുന്ന ഈ 2 സബ്ജക്റ്റ് എന്നെ സംബന്ധിച്ച് ബാലികേറ മലയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം ഞാൻ കൊമേഴ്സ് സെലക്ട് ചെയ്തു. അപ്പം ശരിക്കും സയൻസിനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കൊമേഴ്സ് എന്നുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നത്. അന്ന് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നോ, ഇങ്ങനെ ഇന്ത്യയിലെ പ്രൈം ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്നോ ഇതിനെപ്പറ്റിയൊന്നും യാതൊരു ധാരണയുമില്ല. +1 +2 കൊമേഴ്സ് പഠിച്ച് അന്ന് ആ സ്കൂളിൽ ആദ്യത്തെ കൊമേഴ്സ് ബാച്ചാണ്. അതുകൊണ്ട് പല സബ്ജക്റ്റിനും ടീച്ചേഴ്സ് പോലും പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ട്യൂഷനൊക്കെ പോയി നമ്മൾ പഠിച്ച് അങ്ങനെ +2 ക്ലിയർ ചെയ്തു. അപ്പോൾ അടുത്ത ചോദ്യമാണ്, +2 കൊമേഴ്സ് പഠിക്കുന്ന ആൾക്ക് അടുത്തിന് എന്താണ്? ശരിക്കും നമ്മുടെ സയൻസ് പഠിക്കുന്നവർക്ക് അങ്ങനെ ഒരു ചോദ്യമില്ല. +2 സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരുപാട് ഓപ്ഷൻസ് ശരിക്കും കുറവാണ് അന്ന്. അപ്പോൾ അന്ന് മൈൻഡിൽ വന്ന പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ ഒരെണ്ണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ BCom പഠിക്കുക, BCom പഠിച്ചിട്ട് MCom ചെയ്യുക, MCom ചെയ്തിട്ട് നെറ്റ് ഒക്കെ എഴുതി കോളേജിൽ കയറുകയോ അല്ലെങ്കിൽ +2 സ്കൂളിൽ അധ്യാപകനാവുക. ഇതായിരുന്നു അന്നത്തെ ഒരു പ്ലാൻ. അപ്പോൾ അന്നേരം നമ്മുടെ ചില സുഹൃത്തുക്കളാണ് പറഞ്ഞത് BCom എന്തായാലും പഠിക്കുക, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം MComന് പോകണോ മറ്റെന്തെങ്കിലും ചെയ്യണോ എന്നുള്ളത്. അങ്ങനെയാണ് BCom എടുക്കുന്നത്. അപ്പോൾ അതൊരു ഗവൺമെൻറ് കോളേജിൽ തന്നെ BCom കിട്ടി. അപ്പോൾ +2ന് മേ ബി സയൻസ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കോമേഴ്സ് എടുത്തുകൊണ്ടായിരിക്കും അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, തരക്കേടില്ലാത്ത മാർക്കുണ്ടായിരുന്നു. സോ BComന് അഡ്മിഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. BCom 3rd ഇയർ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്താണ് എന്നോട് പറയുന്നത് ഇങ്ങനൊരു കോഴ്സുണ്ട്, CA എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ കോഴ്സ് കേൾക്കുന്നത് BCom 3rd ഇയർ പഠിക്കുമ്പോഴാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അട്രാക്ഷൻ എന്ന് ചോദിച്ചപ്പം സുഹൃത്ത് എനിക്ക് പരിചയപ്പെടുത്തി ഇങ്ങനെയാണ്: ഒന്ന്, ഇത് പഠിക്കാൻ കാശ് ചിലവ് ഈ കുറവാണ്; 2, ജയിച്ചാലും തോറ്റാലും ജോലി കിട്ടുമെന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് ഈ തോറ്റ, അത് കാരണം നമുക്ക് ഒരു കൗതുകമാണ്, തോറ്റ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ജോലി കിട്ടുക? അപ്പോൾ അവൻ എന്നോട് നമ്മൾ ഈ ആർട്ടിക്കിൾഷിപ്പിനെ പറ്റി പറഞ്ഞു തരുവാണ്. നമ്മളൊരു സീനിയർ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ കീഴിൽ നമ്മൾ ജോയിൻ ചെയ്ത് നമ്മളിത് വർക്കൊക്കെ ചെയ്ത് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കും. നമ്മൾ ഈ വർക്കെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ നല്ലൊരു തികഞ്ഞ ഒരു അക്കൗണ്ടൻ്റായി മാറും. ഫൈനൽ ക്വാളിഫൈ ചെയ്താൽ നമുക്ക് വളരെ ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി അഥവാ നമ്മൾ പാസ്സായില്ലെങ്കിലും നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ജോബ് കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞു. ഈ 2 പോയിൻ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ CA കോഴ്സ് സെലക്ട് ചെയ്തത്. ഒന്ന്, പഠിക്കാൻ പൈസ ചിലവില്ല. കാരണം വീട്ടിലെ സിറ്റുവേഷൻ വളരെ ബാഡാണ്, സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്. അച്ഛനും അമ്മയ്ക്കൊന്നും അത്രയും വെൽ എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ല. അവർക്ക് ശരിക്കും ഈ കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് പോലും ഇതെന്താണെന്ന് പോലും അവർക്ക് അറിയില്ല. പക്ഷേ ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു, പഠിച്ചോളൂ. ചിലവ് കമ്പാരിറ്റീവ്ലി കുറവാണ്, വളരെ കുറവാണ്. കാരണം അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കും CA രജിസ്റ്റർ ചെയ്യാൻ 3500 രൂപ മതി ഈ കോഴ്സ് രജിസ്റ്റർ ചെയ്യാൻ. മെറ്റീരിയൽ അവർ ഈ പൈസയ്ക്കകത്ത് മെറ്റീരിയൽ അയച്ചു തരും. എനിക്കൊന്ന് ഇന്നാണെങ്കിൽ പോലും ഇതൊരു നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ മറ്റ് പ്രൊഫഷണൽ കോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഇതാണ് ഞാൻ CAയിലേക്ക് വരാനുണ്ടായ ശരിക്കുള്ളൊരു എൻ്റെ കാരണം ഇതാണ്. ഒന്ന്, പൈസ, കാരണം അന്ന് പഠിക്കാൻ പൈസ ഇല്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് എനിക്ക് അറിയില്ല ഇത് കേൾക്കുന്നവർക്ക് എത്രത്തോളം ഇത് അക്സെപ്റ്റബിൾ ആകുമെന്നുള്ളത് എനിക്കറിയില്ല. വളരെ ബാഡ് സിറ്റുവേഷനിൽ നിന്നാണ് ഞാൻ വരുന്നത്.
അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞ് നമ്മൾ കാണുന്നതെല്ലാം തോൽക്കുന്ന ആൾക്കാരെയാണ്. ജയിക്കുന്ന ആൾക്കാരെ കണ്ടാൽ നമ്മൾ അത്ഭുതം കൂറിയിട്ടാണ് നോക്കുന്നത്, ഇവൻ ഇത് എങ്ങനെ ജയിച്ചു, ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു എന്നുള്ളത്. അപ്പോൾ ഈ കോഴ്സിൻ്റെ ടഫ്നെസ് ഇതിനകത്ത് വന്നു കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. പുറമേ നിന്ന് കാണുമ്പോൾ അത്രയും ടഫ്നെസ് ഫീൽ ചെയ്തിരുന്നില്ല. അകത്ത് വന്ന് നമ്മൾ പരിചയപ്പെടുമ്പോഴും ക്ലാസ്സിനൊക്കെ അങ്ങനെ അന്ന് ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് കോച്ചിങ് ഒരിടത്തും ഇല്ല. ഇന്ന് ഒരു കോളേജ് അന്തരീക്ഷത്തിൽ എല്ലാ സബ്ജക്റ്റും പഠിക്കേണ്ട കുട്ടികളുടെ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമാണ്. അന്ന് നമുക്ക് അങ്ങനെ സ്കോപ്പ് ഇല്ല. സബ്ജക്റ്റ് പ്രോബ്ലം പേപ്പറിന് മാത്രമേ ക്ലാസ് ഉള്ളൂ. അത് സാറുമാരെ കണ്ടെത്തി അവരുടെ വീട്ടിൽ പോയി അവരുടെ സൗകര്യത്തിന് നമ്മൾ പോയിരുന്ന് പഠിക്കണം. അത് എല്ലാ ദിവസവും ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവില്ല, സാറിന് സൗകര്യമുള്ളപ്പോഴേ ക്ലാസ് വയ്ക്കുള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഇത് പഠിച്ചത്. പക്ഷേ പിന്നീട് കാലം തെളിയിച്ചത് ഈ തീരുമാനം ഒരിക്കലും തെറ്റായിരുന്നില്ല, തികച്ചും ശരിയായിരുന്നു എന്നുള്ളതാണ്. ശരി, നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് നമ്മൾ അഡ്മയർ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇതൊരു വളരെ ജനാധിപത്യപരമായ ഒരു കോഴ്സ് എന്ന് ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്. ആർക്കും പഠിക്കാം. ആ ഒരു ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ ആർക്കും എഴുതിയെടുക്കാവുന്ന ഒരു കോഴ്സാണിത്. സാറ് പരിചയപ്പെടുന്ന ആദ്യത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആരാണ്? ഞാൻ എൻ്റെ ലൈഫിൽ പരിചയപ്പെടുന്ന ആദ്യത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആക്ച്വലി എന്നെ ഈ ടാക്സ് എന്നുള്ള സബ്ജക്റ്റ് പഠിപ്പിച്ച സാറ് തന്നെയാണ്. ലാൽജി വിജയൻ എന്നാണ് സാറിൻ്റെ പേര്. ട്രിവാൻഡ്രത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സാറാണ്. സാറിൻ്റെ ഓഫീസിലാണ് ആദ്യം, കാരണം സാർ ഓൾറെഡി ക്ലാസ്സസ് തുടങ്ങിപ്പോയി. അപ്പോൾ ഇനി ക്ലാസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഈ ബാക്ക്ലോഗ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തുമായിട്ട് സാറിൻ്റെ ഓഫീസിൽ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ വെച്ച് സാർ ഇരുത്തിയിട്ട്, അന്നാണ് ആദ്യമായിട്ടൊരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കാണുന്നത് ഈ ലാൽജി വിജയൻ എന്ന് പറയുന്ന സാറാണ്. അപ്പോൾ സാർ അവിടെ ഇരുത്തിയിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിലെ എടുത്തു പോയ ആ സാധനങ്ങൾ സാറ് ഒന്ന് പറഞ്ഞു തരികയാണ് ആദ്യമായിട്ട്. ഞാൻ അതിനുമ്പ് ടാക്സ് പഠിച്ചിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കുകയാണ്. പക്ഷേ വളരെ ബേസ് ലെവലിൽ നിന്ന് തന്നെ സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നുകൊണ്ട് ഞാൻ അത് മുഴുവൻ ഇരുന്ന് ഞങ്ങൾ കേട്ടു, നോട്ടൊക്കെ എഴുതിയെടുത്തു. അതാണ് ലൈഫിൽ കാണുന്ന ആദ്യത്തെ ചാർട്ടേഡ്. ലാൽജി വിജയൻ എന്ന് പറയുന്നൊരു സാറാണ്. എൻ്റെ ടാക്സിൻ്റെ ബാലപാഠങ്ങൾ എന്നെ പഠിപ്പിച്ച സാറാണ് ഈ ലാൽജി സാറ്. സാറിൻ്റെ ആർട്ടിക്കിൾഷിപ്പ് എവിടെയായിരുന്നു? ഞാൻ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തത് നമ്മുടെ ട്രിവാൻഡ്രത്ത് വെസ്റ്റ് ഫോർട്ടിലെ ഡി രവി എന്ന് പറയുന്നൊരു സാറാണ്. രവി സാറ് ആദ്യം ഇൻഡസ്ട്രിയിൽ ഇരുന്നിട്ട് പിന്നെ സാറ് പ്രാക്ടീസിലോട്ട് വന്ന സാറാണ്. സാറിൻ്റെ ഹെൽപ്പ് ഞാൻ ക്വാളിഫൈ ചെയ്യുന്നതിൽ വളരെ വലുതാണ്. കാരണം ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന സമയത്തായാലും എനിക്ക് ക്ലാസ്സിനൊക്കെ പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. എക്സാമിനേഷന് എനിക്കൊന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഏതാണ്ട് 4.5 മാസം സാർ എനിക്ക് ലീവ് തന്നു. വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു സാറായിരുന്നു. സാറിൻ്റെ സപ്പോർട്ട് ഇതിനകത്ത് വലിയൊരു റോളാണ്. അപ്പം സാറ് പി സുരേഷ് കുമാർ ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞൊരു പാർട്ണർഷിപ്പ് ഫേമിലെ പാർട്ണറാണ്. അപ്പോൾ സാറിൻ്റെ കീഴിലാണ് ഞാൻ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തത്. സാറിൻ്റെ ഈ ആർട്ടിക്കിൾഷിപ്പിലെ എക്സ്പീരിയൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സാർ, ആർട്ടിക്കിൾഷിപ്പിലെ എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര വലിയ ഫേമും അല്ല, തീരെ ചെറിയ ഫേമും അല്ല, ഒരു മീഡിയം ലെവൽ ഫേമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കുണ്ടായ അഡ്വാൻറ്റേജ് എല്ലാ വർക്കുകളുടെയും ബിഗിനിങ് തൊട്ട് അതിൻ്റെ ഫൈനലൈസേഷൻ വരെ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസുകൾ BSNLൻ്റെ ഇൻറ്റേർണൽ ഓഡിറ്റ്, അതിന് ഞങ്ങൾ കൊച്ചിയിൽ വരുമായിരുന്നു, ഔട്ട് ഓഡിറ്റാണ്. മറ്റൊന്ന് കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഗവൺമെൻറ് സെക്ടറിലെ ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ ഓഡിറ്റും അക്കൗണ്ട്സ് ഫൈനലൈസേഷനും ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ആർട്ടിക്കിൾഷിപ്പിൻ്റെ 3 years പീരീഡിലും എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ 2 എണ്ണമാണ്. പിന്നെ പ്രൈവറ്റ് സെക്ടറിലെ കുറച്ച് കൺസ്ട്രക്ഷൻ കമ്പനികളും ഉണ്ടായിരുന്നു. ഇതിൽ ഈ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടിയ എക്സ്പോഷർ മാനുഫാക്ചറിങ് കൺസേൺ ആയതുകൊണ്ട് എക്സൈസിൻ്റെ എക്സ്പോഷർ, നമ്മുടെ എക്സൈസ് ഡ്യൂട്ടി, അതായത് നമ്മുടെ ഇന്നത്തെ GSTയുടെ നമ്മുടെ പഴയ എക്സൈസ് ഡ്യൂട്ടി, അതിൻ്റെ ആ ഒരു എക്സ്പോഷർ ഭയങ്കരമായിട്ട് കിട്ടി. 2, ഗവൺമെൻറ് സെക്ടറിലെ സിസ്റ്റംസ്, പ്രത്യേകിച്ച് ഒരു കമ്പനിയിലെ സിസ്റ്റംസ്, അവരുടെ ഇൻറ്റേർണൽ കൺട്രോൾസ്, അതൊക്കെ ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി വർക്ക്. പിന്നെ BSNL, ഒരു സെൻട്രൽ ഗവൺമെൻറ് സെക്ടറിലെ BSNL, എനിക്കൊന്ന് BSNLനെ നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കമ്പനിയാക്കി മാറ്റുന്ന ആ ഒരു സമയത്തെ, ആ ട്രാൻസിഷൻ സമയത്താണ് ഞാൻ ശരിക്കും അവരുടെ ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ ഈ പറയുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, നമ്മുടെ IDTയിലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ കൺസെപ്റ്റ് ശരിക്കും ലൈവായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഇത് രണ്ടുമാണ് എൻ്റെ ആർട്ടിക്കിൾഷിപ്പ് ലൈഫിൽ എക്സ്പീരിയൻസിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഈ 2 കോർപ്പറേറ്റ് ഓഡിറ്റുകൾ തന്നെയാണ്. 2ഉം ഇൻറ്റേർണൽ ഓഡിറ്റാണ്. ഇൻറ്റേർണൽ ഓഡിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ ഒരു 3-4 മാസങ്ങൾ, ഒരു വർഷം ഫൈനലൈസേഷൻ ചിലവഴിക്കും. സിസ്റ്റം ഒരുപാട് പഠിക്കും. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് സാറ് ഈ CA പഠിക്കുന്ന സമയത്ത് തന്നെ CA ക്ലാസ് എടുക്കാൻ തുടങ്ങും. അതെങ്ങനെയാണ് അതിലേക്ക് അങ്ങനെ ഒരു? സാറ്, അതിൻ്റെ ശരിക്കുള്ള സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ 2009 മുതൽ CA ഫൈനൽ എഴുതി സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ 5ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ ഫൈനൽ ക്വാളിഫൈ ചെയ്യുന്നത്. ഇൻ്റർ ശരിക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ 2009 ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതി. ഞാൻ വലിയ പ്രതീക്ഷയോടെയാണ് എഴുതിയത്. ബോത്ത് ഗ്രൂപ്പാണ് എഴുതിയത്, പഠിച്ചിട്ടാണ് എഴുതിയത്. പക്ഷേ ഫസ്റ്റ് ഗ്രൂപ്പ് എനിക്ക് കിട്ടി, സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടില്ല. അത് ടാക്സിൻ്റെ ഗ്രൂപ്പ് കിട്ടിയില്ല. ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത പേപ്പറാണ് ടാക്സ്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. അപ്പോൾ ഞാൻ അത് തോറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, ഇതിൽ കൂടെ കടന്നു പോയവർക്ക് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടറിയാവും. ഞാനങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ചെറിയൊരു ട്യൂഷൻ തുടങ്ങി. അപ്പോൾ അവിടെ ടാക്സ് എടുക്കാൻ ആരുമില്ല.
അപ്പോൾ അങ്ങനെ സുഹൃത്ത് എന്നോട് ചോദിക്കുക, രതീഷ് എന്ന് പറഞ്ഞൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, ജസ്റ്റിനെ ഈ ഒരു പേപ്പർ, ടാക്സ് പേപ്പർ ഇൻ്ററിലെ കുറച്ച് കുട്ടികൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ. അപ്പോൾ ഞാൻ ഇൻ്ററിൻ്റെ കുട്ടികൾക്ക് പഠിച്ചു കൊടുക്കാൻ അവിടെ പോയപ്പോൾ ഈ രതീഷിൻ്റെ കൂടെ തന്നെ പഠിച്ച 1-2 ഫൈനലിസ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾക്ക് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട്, ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു ക്വാളിഫൈഡ് അല്ല, ബട്ട് ഞാൻ പഠിച്ചതിൽ നിന്ന് പറഞ്ഞു തരാൻ തയ്യാറാണ്. എന്നെ ഈ ടാക്സ് എന്നുള്ള സബ്ജക്റ്റിൽ വലിച്ചടിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ വിനോദ് കെ സിംഗാനിയുടെ ബുക്കാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തോറ്റു കഴിഞ്ഞപ്പോൾ ഞാൻ ടാക്സ് പഠിക്കാനായിട്ട് പിന്നെ ചൂസ് ചെയ്തത് ഈ വിനോദ് കെ സിംഗാനിയുടെ ബുക്കാണ്. ആ ബുക്ക് ആണ് ശരിക്കും എൻ്റെ ലൈഫിൽ എനിക്കൊന്ന് ഒരു ടേണിംഗ് പോയിൻ്റാണ്. പിന്നെ എനിക്ക് ഈ സുഹൃത്ത് തന്ന ഒരു അവസരം, പഠിപ്പിക്കാനുള്ളൊരു അവസരം. അപ്പോൾ അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അത് പഠിപ്പീരല്ല, ജസ്റ്റ് ഒരു പറഞ്ഞു കൊടുക്കുക, എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോൾ അന്ന് അവർ എന്നെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ടീച്ചിങ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൂടെ എന്നുള്ള ഒരു ചോദ്യം വന്നു. അപ്പം നമ്മൾ പറയുന്നതിൽ അപ്പുറത്ത് കിട്ടുന്ന അക്സെപ്റ്റൻസ് ആണല്ലോ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബൂസ്റ്റിംഗ്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ പതുക്കെ ഈ ടീച്ചിങ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ അടുത്ത 3-4 അറ്റംപ്റ്റുകൾ ഞാൻ സ്ഥിരം തോക്കുവാണ്, ഫൈനൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനിടയിൽ മീൻ ടൈം ക്ലാസ് ഇൻ്ററിൻ്റെ കുട്ടികളുടെ എണ്ണം കൂടി, ഫൈനലിൽ കുട്ടികൾ വന്നു തുടങ്ങി. അപ്പോൾ ശരിക്കും ഇൻ്ററും ഫൈനലും ഒരേ സമയം തന്നെ ഞാൻ പഠിപ്പിച്ച് ക്ലാസ് പോലെ തുടങ്ങി. ഇൻ്റർ ക്ലാസ് പോലെ തന്നെ ആയി. ഫൈനലിൽ ഇവർ 3-4 പേര് ഈവനിങ് വരും, ഞങ്ങൾ ഇരുന്നിട്ട് ഒരു ഡിസ്കഷൻ പോലത്തെ ഒരു സ്റ്റൈലായിരുന്നു. അങ്ങനെ തുടങ്ങി. പിന്നെ അത് എപ്പോഴും ഞാൻ പോലും അറിയാതെ ഇതങ്ങ് ടീച്ചിങ്ങിൻ്റെ ഭാഗമാവുകയായിരുന്നു. 2011 ആയപ്പോഴത്തേക്കും ഞാൻ ക്വാളിഫൈ ചെയ്തു. എനിക്ക് തോന്നുന്നൊരു 2005 വരെ കേരളത്തിലൊക്കെ വളരെ ഓപ്പർച്യൂണിറ്റികൾ കുറവായിരുന്നു. CA ഫൈനലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സിൽ കിട്ടും. എല്ലാവരും ചെന്നൈയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലോ. ഉറപ്പായിട്ടും. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് സാർ നോക്കണം? ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് കിട്ടിയ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി, കേരളത്തിൽ കുട്ടികൾക്ക് ഇവിടെ ക്ലാസ് ലഭിക്കുക എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് സാർ നോക്കി? ഇത് കുട്ടികൾക്ക് ഇതിൻ്റെ ആ ഒരു അവസ്ഥ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. കാര്യം നമ്മൾ ഹിസ്റ്ററി പറയുമ്പോൾ പൊതുവേ പുതിയൊരു ന്യൂ ജനറേഷൻ അത് എത്രത്തോളം അക്സെപ്റ്റബിൾ എന്നുള്ളത് ഒരു ഡൗട്ടാണ്. പക്ഷേ ഞാൻ ക്ലാസ്സുകൾക്ക് വേണ്ടി അലഞ്ഞിട്ടുണ്ട് പേപ്പർ എടുത്തു തരാനായിട്ട്. അന്ന് 2005 ഞാൻ ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. 2009 ഫൈനൽ എഴുതി തുടങ്ങുന്നത്. പ്രോബ്ലം പേപ്പേഴ്സിന് പോലും വിരലിലുണ്ടാവുന്ന സാറുമാരെ അന്ന് ക്ലാസ് എടുക്കുന്നുള്ളൂ. അതും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ക്ലാസ് എടുക്കുന്നത് വളരെ കുറവാണ്. MCOM കഴിഞ്ഞ വെറ്ററൻസ് ആയിട്ടുള്ള ആൾക്കാരോ കോളേജ് പ്രൊഫസേഴ്സോ അവരെ ക്ലാസ് എടുക്കുന്നത്. അപ്പം അന്ന് ഓഡിറ്റിങ്ങിന് ക്ലാസ് ഇല്ല, ലോയ്ക്ക് ക്ലാസ് ഇല്ല. ആകെ പ്രോബ്ലം പേപ്പർ കോസ്റ്റിങ്ങിനും അക്കൗണ്ട്സിനും ടാക്സിനും മാത്രമേ ക്ലാസ് ഉള്ളൂ. അതും അവരുടെ സൗകര്യത്തിന് നമ്മൾ അവരുടെ വീട്ടിൽ പോയോ അല്ലെങ്കിൽ ചെറിയ അവരുടെ ഓഫീസിൽ ഒരു 5-10 പേരുടെ ഒരു കൂട്ടം, അതായിരുന്നു ക്ലാസ്. തിയറി പേപ്പറൊക്കെ ശരിക്കും സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായ ഒരു ചേഞ്ച് എനിക്ക് തോന്നുന്നു 2012 11-12 നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊരു ട്രെൻഡ് വരുന്നത്. അത് എല്ലാ സബ്ജക്റ്റിനും ഒരു സ്ഥലത്ത് ക്ലാസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു ICയുടെ ഒഫീഷ്യൽ ബ്രാഞ്ചുകളിൽ പോലും നമുക്ക് പണ്ട് ക്ലാസ് ഉണ്ടായിരുന്നെങ്കിലും ആക്റ്റീവ് ആവുന്നത് പിന്നീടാണ്. അപ്പോൾ പിന്നെ ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സ് വരുന്നു, എല്ലാം പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. പക്ഷേ ആ ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾ എത്രത്തോളം ഉപയോഗിക്കുന്നുള്ളതെന്ന് എനിക്കറിയില്ല. കാര്യം ഞങ്ങളൊക്കെ പഠിച്ചത് പറയുമ്പോൾ ഇവർക്കത് വിശ്വസിക്കാൻ തന്നെ കുട്ടികൾക്ക് ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്, ഞങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ക്ലാസ് ഇല്ല. ഓരോ സബ്ജക്റ്റ് കണ്ടെത്തി നമ്മളാണ് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുവാണ്. ഇപ്പം സ്കാനറൊക്കെ മേടിച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഏതാണെന്ന് പ്രയോറിറ്റി സെറ്റ് ചെയ്ത് ഇതെല്ലാം നമ്മളാണ് ചെയ്യുന്നത്. ഇന്ന് ശരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സാണ് കേരളത്തിലുള്ളത്. ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്ന എക്സ്പേർട്ട് ടീച്ചേഴ്സാണ്. ശരിക്കും ഞാൻ ലൈഫിൽ ചെന്നൈ കാണുന്നത് ഒരു ലാസ്റ്റ് ഇയറാണ്. 2023 ചെന്നൈ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ മുമ്പ് ചെന്നൈ പോയിട്ടില്ല. അതൊരു യാത്രയുടെ ഭാഗമായിട്ട് അതുവഴി പാസ് ചെയ്ത് വരിക ചെയ്തത്. കംപ്ലീറ്റ് സബ്ജക്റ്റ് ഞാൻ പഠിച്ചത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഇൻ്ററും ഫൈനലും പഠിച്ചത് ട്രിവാൻഡ്രത്താണ്. അതും പ്രോബ്ലം പേപ്പേഴ്സിന് മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഒരു മിടുക്കായിട്ട് പറയുകയല്ല, ഇല്ലായിരുന്നു അന്ന് ക്ലാസ്. ആഗ്രഹിച്ചിട്ടുണ്ട്. ഓഡിറ്റിങ്ങിന് ലോയ്ക്ക് ക്ലാസ് ആഗ്രഹിച്ചിട്ടുണ്ട്. ഓഡിറ്റിങ്ങിന് പിന്നെ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് CA ഫൈനൽ പഠിക്കുന്ന സമയത്ത് വികാസ് ഓസ്വാൾ എന്ന് പറഞ്ഞ സാറിനെ അവിടെ ഫൈനലിൻ്റെ ക്രാഷ് എടുക്കാൻ ഞങ്ങൾ സിക്കാസയിലെ കുറച്ച് കുട്ടികൾ ഞങ്ങൾ എഫേർട്ട് എടുത്തിട്ട് സാറിനെ കൊണ്ടുവന്നിരുന്നു. എന്നിട്ട് വാണ്ടം ബ്രാഞ്ചും അസോസിയേറ്റ് ചെയ്ത് നമ്മൾ സാറിനെ കൊണ്ടുവന്നു. ആ ഒരു ക്ലാസ് കിട്ടി. ബാക്കി ലോ ആണെങ്കിലും ബാക്കി എല്ലാം സ്വന്തമായിട്ടാണ് പഠിച്ചത്. സാറിൻ്റെ ഈ ടാക്സിൻ്റെ ടീച്ചിങ് മെത്തഡോളജി എങ്ങനെയാണ്? എന്താണ് സാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എങ്ങനെ സാർ കൊണ്ടുവരുന്നത്? സാറേ, അതിനകത്ത് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ ഒരു കാര്യം മനസ്സിലാക്കിയത് അത് മനസ്സിലാക്കിയത് വളരെ ലളിതമായ ഭാഷയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാര്യം ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കുറേ സംശയങ്ങളുണ്ട്. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ. അപ്പം നമ്മുടെ CA പോലത്തെ ഒരു കോഴ്സിന് പഠിക്കുമ്പം കുട്ടികൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ടെൻഷൻ ഫ്രീ ആയിട്ട് സബ്ജക്റ്റ് മനസ്സിലാക്കണം. 2, ആപ്ലിക്കേഷൻ ലെവലിലാണ് നമുക്കിത് വേണ്ടത്. നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന പോലെ +1 പഠിക്കുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് അതിങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതല്ലല്ലോ. നമ്മളീ പഠിക്കുന്ന റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ ശരിക്കും ആ പ്രൊവിഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഞാനൊരു സെക്ഷൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് കുട്ടികളോട് പറയുന്നത് എന്തിനാണ് ഈ സെക്ഷൻ, വൈ, അത് പറഞ്ഞു കൊടുത്തിട്ട് സെക്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ
എനിക്കൊന്ന് കുറച്ചുകൂടി കുട്ടികൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്. രണ്ട്, ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ സാറിന് അറിയാലോ സാറേ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ലോ ആണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളിലൊന്നാണ് ഇൻകം ടാക്സ്. അടുത്ത പ്രശ്നം, നമ്മൾ ഒരു തവണ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് 2 പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോഴത്തേക്കും അടുത്ത അമെൻമെൻറ്റ്സ് വന്നു, ചേഞ്ചായി, വളരെ അൺസ്റ്റേബിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സബ്ജക്റ്റിൻ്റെ ബെയർ ആക്ട് എടുത്തിട്ട് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്കത് ഭയങ്കര, എസ്പെഷ്യലി ഇന്റർ കുട്ടികൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ബെയർ ആക്ടിനെ അവർക്ക് മനസ്സിലാവുന്ന നമ്മുടെ ബേസിക് സിമ്പിൾ ലാംഗ്വേജിൽ അത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്, പ്രൊവിഷൻ പഠിപ്പിച്ചിട്ട് ഞാൻ പിന്നെ നിങ്ങൾ നോക്കിയിട്ട് നമുക്ക് പിന്നെ പ്രോബ്ലം ചെയ്യാം, ആ ഒരു അപ്രോച്ച് ഇല്ല. നമ്മളൊരു പ്രൊവിഷൻ മനസ്സിലാക്കിയാൽ അന്നേരം ഇമ്മീഡിയറ്റ്ലി തന്നെ അതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. കാരണം അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇവന് ഇത് എത്രത്തോളം ഫ്രണ്ടിൽ ഇരിക്കുന്നവന് ഇത് മനസ്സിലായി എന്നുള്ളത്. നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുന്നവൻ ആ പ്രോബ്ലം ചെയ്യുമ്പോഴാണ്. അത് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ശരിയായിട്ട് കിട്ടുമ്പോൾ കിട്ടുന്നൊരു കോൺഫിഡൻസ്, അതാണ് വീണ്ടും അടുത്ത് പഠിക്കാനുള്ളവരുടെ പ്രേരണ. ഇത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ അടുത്ത് പഠിച്ചിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. പിന്നെ 2 തമാശ പറയും. കാര്യം നമ്മൾ ഈ മസിൽ പിടിച്ചിരുന്ന് പഠിക്കേണ്ട ഒരു, പണ്ട് അങ്ങനെയാണല്ലോ ഒരു കൺസെപ്റ്റ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്, ഇത് പഠിക്കാൻ വരുന്ന ആൾക്കാർ വളരെ ഭീകര ബുദ്ധിയുള്ള ആൾക്കാരാണ്. സത്യത്തിൽ അങ്ങനെ ഭീകര ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ ഞാനൊന്നും ഒരിക്കലും പാസ്സാവില്ല. കാരണം 10ാം ക്ലാസ്സിലെ മാത്തമെറ്റിക്സിനൊക്കെ കഷ്ടി മിനിമം മാർക്ക് മേടിച്ച് ജയിച്ച ആളാണ് ഞാൻ. 10ാം ക്ലാസ്സിൽ എനിക്ക് കഷ്ടി 50% മാർക്കേ ഉള്ളൂ SSLCക്ക്. +2-നാണ് പിന്നെ 60% മാർക്ക് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഇതിനകത്തൊരു കൺസെപ്റ്റ് ഉണ്ട്, ഒരു അങ്ങനെയാണ് ഒരു ആൾക്കാരുടെ ഫീലിംഗ്. പക്ഷേ എനിക്ക് മനസ്സിലായത് അങ്ങനല്ല, നമ്മൾ അങ്ങനെ പഠിക്കണ്ട. ഇത് സിമ്പിളാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മസിലൊക്കെ വിട്ട് കൂളായിട്ടിരുന്ന് പഠിച്ചാൽ ഇത് പഠിക്കാൻ പറ്റും. അപ്പോൾ കുട്ടികളെ ഞാൻ തമാശ പറഞ്ഞ് ചിരിപ്പിക്കും, അവരെ ഒന്ന് കൂളാക്കിയതിന് ശേഷമേ കാര്യങ്ങൾ പഠിപ്പിക്കാറുള്ളൂ. കഴിഞ്ഞ 15 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് എത്ര കുട്ടികളെ ഏകദേശം പഠിപ്പിച്ച് കാണും സാറേ? ഞാൻ അങ്ങനെ കണക്കൊന്നും കീപ്പ് ചെയ്തിട്ടില്ല, എങ്കിലും എനിക്ക് തോന്നുന്നു മേ ബി ഒരു 10,000-നടുത്ത് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. 10,000. കാരണം കേരളത്തിലെ ട്രിവാൻഡ്രത്തും കാലിക്കറ്റും കൊച്ചിയിലുമൊക്കെ ഈവൻ കുറച്ച് വർഷം, ഒരു 3-4 വർഷങ്ങൾ ബാംഗ്ലൂരുണ്ടായിരുന്നു. കോയമ്പത്തൂരിൽ ഒരു അക്കാഡമിയിൽ ഒരു 3 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എല്ലാ സ്ഥലങ്ങളിലും കൂടെ പഠിപ്പിച്ച കുട്ടി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 10,000 സ്റ്റുഡൻസിനെ ഇൻ്ററും ഫൈനലുമായിട്ട് ടീച്ച് ചെയ്തിട്ടുണ്ടാവും. ഈ കുട്ടികൾ സാറിനെ കുറിച്ച് പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു കിട്ടുമല്ലോ, മറ്റു സ്ഥലത്ത് നിന്ന് അറിയുമല്ലോ, ഈ ജസ്റ്റിസ് രാജ് സാറിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ടാക്സ് സിലബസിൽ പറയുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എന്താണ് സാർ കേട്ടിരിക്കുന്നത്? പോസിറ്റീവായിട്ട് ഞാൻ കേട്ടിരിക്കുന്നത്, ഒന്ന്, സാറിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പം സമയം പോകുന്ന അറിയാറില്ല. ഫുൾ ഡേ ക്ലാസ് ആണെങ്കിലും അങ്ങനെ ബോറടിക്കാറില്ല. അതിൻ്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ആ നർമ്മത്തിൽ ചാലിച്ച് കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാവാം. 2, കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുള്ള സാറിൻ്റെ ലാംഗ്വേജാണ്. സാറ് വളരെ നാടൻ ഭാഷയിൽ മലയാളത്തിൽ പ്രൊവിഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമാണ്. കാരണം ഇംഗ്ലീഷിൽ ഉള്ള കാര്യത്തിനാണല്ലോ മലയാളത്തിൽ പറഞ്ഞു തരുന്നത്. അപ്പം ഇൻകം ടാക്സിൻ്റെ കോംപ്ലിക്കേഷൻസ് പലതും അങ്ങനെ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. 3ാമത് കുട്ടികൾ പറഞ്ഞു തന്നിട്ടുള്ളത്, പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ക്ലാസ്സിൽ തന്നെ സോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. പോയിട്ട് നിങ്ങൾ ചെയ്തു നോക്കൂ എന്നില്ല. അപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ പോയി റിവിഷൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ക്ലാസ്സിൽ തന്നെ കഴിയുവാണ്. ഇതാണ് പോസിറ്റീവായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ പഠിപ്പിച്ചത് കൊണ്ട് ഈ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട് സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്ത ആൾക്കാർ ഒരുപാടുണ്ട്. ബിഗ് 4-ൽ തന്നെ എൻ്റെ 3-4 കുട്ടികളുണ്ട്, ടാക്സേഷനിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവർ ടാക്സേഷൻ ചൂസ് ചെയ്യാൻ തന്നെ കാരണം അവർ പറഞ്ഞത് ഈ ക്ലാസ് ടാക്സ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്, ഇഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. സാറിനെ കുറിച്ച് കേട്ടിരിക്കുന്നത്, സാർ ഒത്തിരി തമാശകൾ ഈ ടാക്സിൻ്റെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. 1-2 തമാശകളൊന്ന് ഷെയർ ചെയ്യാം സാറേ. തമാശ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഡിപ്രീസിയേഷൻ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഈ ആക്ടിലെ കണ്ടീഷനാണ് ഓണർഷിപ്പ് വേണം, യൂസ് ചെയ്യണം. ഈ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ രജിസ്റ്റേർഡ് ഓണർഷിപ്പ് കമ്പൽസറി ആയിട്ട് ആക്ടിൽ ഒരു സ്ഥലത്തും പറയുന്നില്ല, സെക്ഷൻ 32-ൽ പറയുന്നില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കേസുകളുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കേസ് വരുമ്പോൾ ഞാൻ ലിങ്ക് ചെയ്യാറുള്ള ഒരു തമാശ എന്ന് പറഞ്ഞാൽ, ഇപ്പം രജിസ്റ്റേർഡ് ഓണർഷിപ്പ് വേണ്ട, ബെനിഫിഷ്യൽ ഓണർഷിപ്പ് മതി. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, പേരിൽ കാര്യമില്ല, പേരിലല്ല കാര്യം. നിങ്ങളുടെ അസറ്റാണോ, നിങ്ങളാണോ കാശ് മുടക്കിയത്, നിങ്ങളാണോ യൂസ് ചെയ്യുന്നത്, ആരുടെ പേരിലെന്നുള്ളതിൽ കാര്യമില്ല. ഈ പേരിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് നമ്മുടെ പ്രാഞ്ചിയേട്ടൻ എന്നുള്ള സിനിമയുടെ എക്സാമ്പിൾ ഞാൻ പറയും. പക്ഷേ അരിപ്രാഞ്ചി പെട്ടുപോയത് പേരിലാണ്. ഇങ്ങനെ ഈ സിറ്റുവേഷൻ കോമഡി നമ്മൾ പറയുമ്പോൾ ആ സിനിമ കണ്ടിട്ടുള്ളവന് ആ ഒരു സന്ദർഭമായിട്ട് ഒത്തുവരുമ്പം അപ്പോൾ അവന് ഈ തമാശ ഓർമ്മയുണ്ടാവും. അപ്പോൾ തമാശ ഉണ്ടെങ്കിൽ ഓക്കെ, രജിസ്റ്റേർഡ് ഓണർഷിപ്പ് വേണ്ട, ബെനിഫിഷ്യൽ ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ മതി, നമുക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. കേസ് ലോ പിന്നെ ഒരുപാട് ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്. കാരണം കേസിലാണല്ലോ റിയൽ സിറ്റുവേഷൻസ് ഉണ്ടായതാണല്ലോ കേസ് ലോ. ആ കേസിൽ ഡിപ്പാർട്ട്മെൻറ്റ് സൈഡും അപ്പുറ സൈഡ് അസസിയുടെ സൈഡും നമ്മൾ തന്നെ അഭിനയിച്ചാൽ കാണിക്കുവാണ്.
അപ്പോഴത്തേക്കും കുട്ടികൾക്ക് ആ സിറ്റുവേഷൻ അവരുടെ മൈൻഡിൽ വരും. ഒരു നാടകം പോലെ, ഒരു മോണോ ആക്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ശരിക്കും ഇത് ഇവരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. കാരണം അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുള്ളൂ. ഒരുമിച്ച് 298 സെക്ഷനോ ഒരു ഒറ്റയടിക്ക് പറയുന്ന ഒരു രീതി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളൊന്നും സാറിൻ്റെ ക്ലാസ് കേടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അത് പ്രേക്ഷകർക്ക് വേണ്ടിയും സ്റ്റുഡൻസിന് വേണ്ടിയും അതൊന്ന് കുറച്ച് ഭാഗം ഒന്ന് പറയാൻ പറ്റുമോ? സാറേ, അങ്ങനെ അത് സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ വരുന്നതാണ്. അതിനകത്തിപ്പോൾ ഞാൻ 298 സെക്ഷൻസിനെ ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസിന് പഠിക്കുമ്പോൾ ഞാൻ അതിൻ്റെ സ്ട്രക്ചറാണ് പറഞ്ഞു കൊടുക്കാറ്. സെക്ഷൻസ് പറയാറുണ്ട്. അപ്പോൾ അവരത് സ്ട്രക്ചർ ആദ്യം പറയുമ്പോൾ ഞാൻ പറയുന്നത് 1 തൊട്ട് 9 വരെയുള്ള സെക്ഷൻസ് ബേസിക് കൺസെപ്റ്റ്സാണ്, 1 to 9. എന്നിട്ട് ഞാനത് സ്പ്ലിറ്റ് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കും. ദെൻ അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് 10 വരെ. 10 എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിനകത്ത് എക്സം ചെയ്യുന്ന ഇൻകത്തിൻ്റെ ലിസ്റ്റാണ് 10. 11, 12, 13 നിങ്ങൾ പഠിക്കണ്ട, നിങ്ങളുടെ സിലബസിലില്ല. അപ്പോൾ കുട്ടികൾ സന്തോഷമാണ്, അയ്യോ അത് പഠിക്കണ്ടല്ലോ ഇൻ്റർ കുട്ടികൾക്ക്. കാരണം അത് ചാരിറ്റബിൾ ട്രസ്റ്റും പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ഫൈനലിനേ ഉള്ളൂ, നിങ്ങൾ പഠിക്കണ്ട. ദെൻ അടുത്ത് കഴിഞ്ഞ് ഞാൻ പറയുന്നത് ഈ 14 എന്ന് പറഞ്ഞാൽ പ്രത്യേക സെക്ഷനൊന്നുമില്ല, 5 ഹെഡുകളെ ചേരുന്നതാണ് ഇൻകം എന്ന് പറയുന്നതാണ് 14. അപ്പോൾ 14 കാര്യമൊന്നുമില്ല, വേണ്ട. അപ്പോഴും കുട്ടികൾ സന്തോഷമാണ്. വേണ്ട, ഈ വേണ്ടാന്ന് കേൾക്കുന്നത് കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റ് സന്തോഷമാണ്. അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ 15 മുതൽ പഠിക്കണം. 15 തൊട്ട് 17 വരെ സാലറിയാണ്, 22 തൊട്ട് 27 വരെ ഹൗസ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ 18 മുതൽ 21 സെക്ഷൻ എന്തേ? അത് പോയി, ഇല്ലായിരുന്നു. പണ്ട് ഇൻകം ടാക്സിൽ 6 ഹെഡ് ഉണ്ടായിരുന്നു. സെക്യൂരിറ്റീസിൻ്റെ ഇൻകം 6ാമത്തെ ഹെഡായിരുന്നു, അതായിരുന്നു 18 തൊട്ട് 21 വരെ. അതിനെടുത്ത് അതർ സോഴ്സിൽ മെർജ് ചെയ്തപ്പോൾ അത് പോയി. അപ്പോൾ ഇല്ല, ഡിലീറ്റഡ് ആണ്. 22 to 27 ഹൗസ് പ്രോപ്പർട്ടിയാണ്. സെക്ഷൻ ഒരുപാടുണ്ടെന്ന് തോന്നും, പേടിക്കേണ്ട, കുഞ്ഞ് ചാപ്റ്ററാണ്. നമ്മളിങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുന്നവർക്ക്. 28 to 44 PGBP ആണ്, 45, 55 ക്യാപിറ്റൽ ഗെയിനാണ്, 56, 59 അതർ സോഴ്സാണ്, 60, 65 ക്ലബിംഗ് ആണ്, 68, 69 ബ്ലാക്ക് മണിയാണ്, അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം ആണ്, ഡേഞ്ചറാണ്, 70, 80 സെറ്റ് ഓഫ് ആണ്. 80 വരെ നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ പേരാണ് GTI, ഗ്രോസ് ടോട്ടൽ ഇൻകം. ഈ സെക്ഷൻ്റെ സ്ട്രക്ചർ ഓർക്കുന്നവന് എക്സാം ഹാളിൽ ടെൻഷൻ വരില്ല. മറ്റവനെ ആലോചിക്കും, ഗ്രോസ് ടോട്ടൽ ഇൻകം സെറ്റ് ഓഫ് കഴിഞ്ഞിട്ടാണോ ചാപ്റ്റർ 6 മുമ്പാണോ, സെറ്റ് ഓഫ് കഴിഞ്ഞിട്ടാണോ ചാപ്റ്റർ 6, ക്ലബിംഗ് കഴിഞ്ഞിട്ട് ചാപ്റ്റർ 6 കഴിഞ്ഞിട്ടാണോ സെറ്റ് ഓഫ്, ഡൗട്ട് അടിക്കും. ഈ ആക്ടിൻ്റെ സ്ട്രക്ചർ പറഞ്ഞാൽ അവൻ ഈസിയാണ്. പിന്നെ ചാപ്റ്റർ 6 പറയുമ്പോൾ ഞാനത് രസകരമായി പറയാറുണ്ട്. 80C, CCC, CCD, CCE, പിന്നെ 80D, DDDDB, EEE, EEA, EEB, GGG, GGA, GGB, GGC, QQB, RRB, TTA, JJAU. 24 സെക്ഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് ആദ്യം അവരുടെ മൈൻഡിൽ വരുന്നൊരു അത്ഭുതം എന്ന് വെച്ചാൽ, സാർ അപ്പോൾ ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ അവരോട് പറയുകയാണ്, സെക്ഷൻ പഠിക്കാൻ പറ്റും. സെക്ഷൻ പഠിക്കണമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് സെക്ഷൻ അങ്ങനെ പഠിക്കണ്ട. കണ്ടൻറ്റ് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെ സെക്ഷൻ വന്നോളൂ. നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ സെക്ഷൻ നമ്പർ വരും. ഇൻ്ററിനാണ് ഞാൻ അങ്ങനെ സെക്ഷൻ പറയാറ്. ഫൈനലിന് അങ്ങനെ അധികം സെക്ഷൻസ്, കാരണം നമുക്ക് അവിടെ ഒന്നാമത് അതിനുള്ള സമയമില്ല, ഭയങ്കര വാസ്റ്റാണ് ഫൈനൽ. അപ്പോൾ അവിടെ ഒരു സൈഡിൽ നിന്ന് സെക്ഷൻ വെച്ച് തന്നെയാണ് ഞാൻ പഠിപ്പിക്കാറ് സാർ. കാരണം സെക്ഷൻ പഠിക്കരുതെന്ന് കുട്ടികളോട് പറയാറില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ലോ പോലത്തെ ഒരു പേപ്പർ, നമ്മൾ ഇത് ടാക്സ് ഒരു ലോ ആണല്ലോ സാറേ, നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ അതിനകത്ത് സെക്ഷൻ നമ്പർ എഴുതുമ്പോൾ ആ ആൻസർ ഭയങ്കര ഓതൻറ്റിക് ആവുകയാണ്. അതാണല്ലോ ഓതൻറ്റിക്. നമ്മൾ ലോ സെക്ഷൻ പറയുകയാണ്, സെക്ഷൻ കോട്ട് ചെയ്യാണ്. അപ്പോൾ വാല്യൂ ചെയ്യുന്ന ആൾക്കുണ്ടാകുന്ന ഇമ്പ്രഷൻ ഭയങ്കരമാണ്. കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടും. ഈ സെക്ഷൻ എഴുതാത്തവൻ തോറ്റു പോകുന്നല്ല, ബട്ട് സെക്ഷൻ കൂടെ എഴുതുമ്പോൾ അവന് കിട്ടുന്ന മാർക്ക് കുറച്ച് കൂടുതലായിരിക്കും, ക്വാളിറ്റി ആയിരിക്കും. ഡെഫിനറ്റ്ലി അവൻ പ്രൊഫഷണലായി കഴിയുമ്പോഴും അതവനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് സെക്ഷൻ്റെ കാര്യത്തിൽ. അങ്ങനെ പിന്നെ സെക്ഷൻ പഠിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കുട്ടികൾ അങ്ങനെ പഠിപ്പിക്കാറുമില്ല, ഞാൻ അങ്ങനെ ചോദിക്കാറുമില്ല. ബട്ട് കുട്ടികൾ വന്ന് പറയും, സാർ ഇന്ന സെക്ഷനിൽ ഇങ്ങനെ പറയുന്നില്ലേ, കേൾക്കുമ്പോൾ സന്തോഷമാണ്. അവർ പഠിച്ചു തുടങ്ങിയല്ലോ എന്ന് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. സാർ, ഒത്തിരിയേറെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാ വർഷവും അമെൻമെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇൻകം ടാക്സ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു രീതിയിൽ ഇത്രയും ഫ്ലോയിൽ പഠിപ്പിക്കാൻ എത്രയേറെ തയ്യാറെടുപ്പുകൾ ആവശ്യമായി വരുന്നുണ്ട് സാറേ. എന്നെ സംബന്ധിച്ച് ഒരു ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു 2-3 മാസങ്ങൾ നമുക്കറിയാമല്ലോ, ഒരു ബഡ്ജറ്റ് വന്നാൽ അതിൻ്റെ അടുത്ത തവണ മുതലാണ് പരീക്ഷയ്ക്ക് അത് ചോദിക്കുക. ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് സമയം കിട്ടും. ബട്ട് ഈ സമയത്ത് എനിക്ക് പഴയ അസസ്മെൻറ്റ് ചെയ്യേണ്ട ക്ലാസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിനിടയിൽ കൂടി ഞാനൊരു സ്റ്റുഡൻ്റ് ആവും. ഒരു 2.5-3 മാസം നമ്മുടെ അമെൻമെൻറ്റ്സ് മാത്രം ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് അതിനനുസരിച്ച് നമ്മുടെ നോട്ട്സും ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് അടുത്ത ബാച്ചിൽ ക്ലാസ്സിൽ കയറുക. എല്ലാ ഇയറും പഠിത്തം തന്നെയാണ്. പക്ഷേ ഞാനതിനെ കാണുന്നത് ഒരു രസമായിട്ട് എടുത്തിട്ട് ആണ് ഞാൻ ചെയ്യുന്നത്. കാരണം അല്ലാതെ ഇത്രയും അമെൻമെൻറ്റ്സ് വന്നല്ലോ, ഇതെങ്ങനെ പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓരോ 5 വർഷത്തിൽ നമ്മൾ പെട്ടുപോകും. കാരണം 2 ബഡ്ജറ്റ് വരും. നമ്പർ 1 ഫൈനാൻസ് ആക്ടും വരും, നമ്പർ 2 ഫൈനാൻസ് ആക്ടും വരും. അപ്പോൾ ഇത് 2 അമെൻമെൻറ്റ്സും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഫൈനലിന് ആൻസർ ചെയ്യുമ്പോൾ 2ആയിട്ട് പറയുകയും വേണം, നമ്പർ 1 ഫൈനാൻസ് ആക്ടിലാണോ ഈ അമെൻമെൻറ്റ്, നമ്പർ 2-ലാണോ എന്ന്. അപ്പോൾ അത് സാറേ പഠിക്കും. ഞാൻ ശരിക്കും ഒരു സ്റ്റുഡൻ്റാണ്. ഈ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ 2-3 മാസം സ്റ്റുഡൻ്റാണ്. പഴയത് ഡിലീറ്റ് ചെയ്ത് കളയുക, പുതിയത് അങ്ങോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യുക. അത് സ്ഥിരം ചെയ്ത് വന്നപ്പോൾ എനിക്കൊന്നിപ്പോൾ ഒരു ഓൾമോസ്റ്റ് 15 years ആയി. അപ്പോൾ അതൊരു ഹാബിറ്റായി.
അത് ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല. അതിൻ്റെ കൂടെ അങ്ങനെ ചെയ്തു പോകുന്നു. പക്ഷേ സ്ട്രെയിനാണ് സാർ, നമ്മൾ പഠിക്കാതിരുന്നാൽ അപ്ഡേറ്റ് ചെയ്യാതെ പറ്റത്തില്ലല്ലോ. ഒരു ഔട്ട് ഓഫ് സിലബസ് ചോദ്യം ചോദിക്കുകയാണ്. കാരണം നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത് അടുത്ത 6 മാസത്തിനുള്ളിൽ ഇൻകം ടാക്സ് വളരെ ലഘൂകരിക്കുകയാണ്. കാരണം ഈ നമ്മുടെ രാജ്യത്തെ പല നിയമങ്ങളിലും പല രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് നമ്മൾ, എസ്പെഷ്യലി ബ്രിട്ടീഷിൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ്. അപ്പം ഇത് എത്രത്തോളം സാധ്യമാകും? ഇത് എങ്ങനെ നമ്മുടെ ഇതിലെ കോഴ്സിനെ അഫക്റ്റ് ചെയ്യും? കാരണം ഈ ഒരു സിംപ്ലിഫിക്കേഷൻ സാധ്യമാണോ ശരിക്കും? സാറേ, 2010 ഡയറക്റ്റ് ടാക്സ് കോഡ് നമുക്കറിയാം, അവർ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാനൊക്കെ ആയിട്ട് വന്നതാണ് നമ്മുടെ UPA ഗവൺമെൻറ്. ബട്ട് അത് പിന്നെ വർക്കൗട്ടായില്ല. അന്ന് ഞാൻ ആ ഡയറക്റ്റ് ടാക്സ് കോഡ്, അന്ന് എനിക്ക് KPMGയിൽ ടാക്സേഷനിൽ ജോബ് ഓഫർ ചെയ്ത സമയത്ത് എൻ്റെ ഇൻ്റർവ്യൂവിന് എനിക്ക് തന്ന ടാർഗറ്റ് ഇതാണ്, ഡയറക്റ്റ് ടാക്സ് കോഡ് പഠിച്ചിട്ട് പവർ പോയിൻറ്റിൽ പ്രസൻറ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അന്ന് ഡയറക്റ്റ് ടാക്സ് കോഡ് പഠിച്ചിരുന്നു. അന്ന് ഞാൻ 2011 ക്വാളിഫൈ ചെയ്ത സമയം, 2010 അല്ല 11 ക്വാളിഫൈ ചെയ്തിട്ട് ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ പിന്നീടാണ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് ടീച്ചിങ് മതി എന്ന് പറഞ്ഞിട്ട് ബിഗ് 4 പോകാതെ ഞാൻ വേണ്ടാന്ന് വയ്ക്കുന്ന ആ സമയത്താണ്. അപ്പോൾ അന്ന് ഞാനിത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ നിലവിൽ ഇൻകം ടാക്സിനെ കുറച്ചുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിച്ചതുപോലെയാണ് ഡയറക്റ്റ് ടാക്സ് കോഡ് കണ്ടത്. പക്ഷേ മൊത്തം വായിച്ചു വന്നപ്പോൾ ഈ പഴയ വീഞ്ഞിനെ പുതിയ കുപ്പിയിലാക്കി എന്നുള്ളതാണ് എനിക്കെന്ന ഡയറക്റ്റ് ടാക്സ് കോഡിൽ കാണാൻ പറ്റിയത്. ഹെഡുകളെ ഓർഡിനറി സോഴ്സ്, സ്പെഷ്യൽ സോഴ്സ് എന്നും പറഞ്ഞ് 2 ഹെഡ് ആക്കുമെങ്കിലും അകത്തേക്ക് പോകുമ്പോൾ 5 ഉണ്ട്. ഒന്ന് ഗ്രൂപ്പ് ചെയ്തു, പിന്നെ കുറച്ച് റിലവൻ്റ് അല്ലാത്ത പ്രൊവിഷൻസിനെ ഒഴിവാക്കി. ഇതാണ് ഞാൻ കണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അവർ പറയുന്നത് റിലവൻ്റ് അല്ലാത്ത പ്രൊവിഷൻസ് എല്ലാം കളഞ്ഞിട്ട് ഓൾമോസ്റ്റ് 125 ഇയേഴ്സ് ഓൾഡായ ലോയാണ്. അപ്പോൾ അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്യുമെന്നാണ്. നിലവിലെ പ്രൊവിഷൻസിനെ റീഅറേഞ്ച് ചെയ്ത് പുതിയൊരു ആക്ട് ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് വലിയൊരു ചലഞ്ചിങ് ആവാൻ സാധ്യതയില്ല. പക്ഷേ ഇവർ പറയുന്ന ശരിക്കുള്ള കൺസെപ്ച്വലി ഇത് മൊത്തത്തിൽ മാറ്റിയിട്ട് ഒരു ടോട്ടൽ ചേഞ്ച് ആണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ചലഞ്ചിങ് തന്നെയാണ്. ചലഞ്ചിങ്ങുമാണ്, ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം 50 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളും ഇന്ന് പാസ്സായി ഇറങ്ങുന്നവനും തമ്മിൽ ഒരു വ്യത്യാസമില്ലാത്തൊരു സ്റ്റേജിലേക്ക് വരും. അതൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പക്ഷേ അത്രയും വലിയൊരു സമൂല മാറ്റം പോസിബിൾ ആണോ എന്നുള്ളത് രണ്ടാമത്തൊരു ചോദ്യം. കാരണം നമ്മുടെ സിസ്റ്റംസ് ഒന്നും അതിനനുസരിച്ച് ഇക്വിപ്ഡ് ആയിട്ടില്ല. 140 crore പോപ്പുലേഷൻ, അതിലിപ്പം ഇൻകം ടാക്സ് അടയ്ക്കുന്ന അല്ലെങ്കിൽ ടാക്സ് ഫയൽ ചെയ്യുന്ന ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ മേ ബി ഒരു 10 കോടിക്കുള്ളിലേ ഉണ്ടാവുള്ളൂ ഭ്രോപ്പറായിട്ട് ടാക്സ് ഫയൽ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം. അപ്പോൾ ബാക്കി ബഹുഭൂരിപക്ഷം ഇതിൻ്റെ പുറത്താണ്. പല മേഖലകളിലും നമ്മൾ ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് അത്രയും ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. ബട്ട് ഡെഫിനറ്റ്ലി ചേഞ്ച് ഉണ്ടാവും. കാരണം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞതിൽ നിന്നും CBDTയുടെ ചെയർമാൻ പറഞ്ഞതെന്നൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ദേ ആർ കമ്മിങ് ഫോർ സംതിങ് ബിഗ്. കാരണം ഒരു പ്രത്യേക കമ്മിറ്റി തന്നെ രൂപീകരിച്ച് എക്സ്പേർട്ടായിട്ടുള്ള ഇൻകം ടാക്സ് ഓഫീസേഴ്സിനെയും IRS ഒഫീഷ്യൽസിനെയും വെച്ചിട്ട് അവർ പഠിക്കുന്നു എന്നാണ് കേട്ടത്. റെലവൻ്റ് അല്ലാത്ത മാറ്റിയിട്ട് ഒരു കോംപ്രിഹെൻസീവ് ലോ ആക്കാനായിട്ട്. ഡെഫിനറ്റ്ലി 2025 ബഡ്ജറ്റിൽ ഒരു വലിയ ചേഞ്ച് പ്രതീക്ഷിക്കാം. ഈ കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 2000-ന് ശേഷം പലതവണ നമ്മുടെ സിലബസ് മാറി. അതായത് പേപ്പറുകളുടെ എണ്ണം കുറയുന്നു, പേര് മാറുന്നു, ആർട്ടിക്കിൾഷിപ്പിൻ്റെ പീരീഡ് കുറയ്ക്കുന്നു, അതിനുശേഷം സെൽഫ് പേസ്ഡ് പേപ്പറുകൾ വരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കുറേ നമ്മുടെ ജനറൽ മാനേജ്മെൻറ്റ് കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ITT ഓറിയൻറ്റേഷൻ വരുന്നു. ഇത് എത്രത്തോളം നമ്മുടെ കോഴ്സിന് ഗുണകരമായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് അഡ്വൈസ് ആയിട്ടുണ്ട്? സാറിൻ്റെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? സാർ, ഇതിനകത്ത് ഗുണങ്ങൾ തന്നെയാണ് കൂടുതലും. ദോഷമായിട്ട് പറയാനുള്ളത് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന സിസ്റ്റത്തിലല്ലാതെ ഇതിനകത്ത് സിലബസിൽ കൊണ്ടുവന്ന ചേഞ്ച് ശരിക്കും ഗുണമാണ്. കാരണം പണ്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനൊക്കെ ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്ന സമയത്ത് അനലിറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഔട്ട് ഓഫ് 100 മാർക്സിൽ ഒരു 40 to 45 മാർക്സിന് അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. ബാക്കി 55 നമ്മൾ കാര്യങ്ങൾ അറിയാമെങ്കിൽ എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടുന്നതാണ്. അന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇല്ല. പക്ഷേ ഇപ്പോൾ കൊണ്ടുവന്ന സിലബസ് ചേഞ്ചിനകത്ത് കാണാൻ പറ്റുന്നൊരു കാര്യം, സിലബസിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് കുറച്ച് കാര്യങ്ങളാക്കി. പക്ഷേ ആക്കി അത്രയും കാര്യങ്ങളിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പ്യോർലി അനലിറ്റിക്കലാണ്. ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ഒബ്വിയസ്ലി റേറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്യണമായിരിക്കാം. പക്ഷേ സബ്ജക്റ്റ് ശരിക്കും കൺസെപ്ച്വലി ലേൺ ചെയ്തൊരു സ്റ്റുഡൻറ്റിനെ നല്ല മാർക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അനലിറ്റിക്കലായി. നമുക്ക് വേണ്ട അതാണല്ലോ, പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് വേണ്ട അനലിറ്റിക്കൽ സ്കില്ലാണ്. അപ്പം ആ ഒരു ചേഞ്ച് ഭയങ്കര നല്ലതാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൂടുതൽ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഒരു ചാപ്റ്റർ കവർ ചെയ്യണമെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്ന് 2 MCQ ചോദിച്ചാൽ മതി. അപ്പോൾ ഉള്ള സിലബസ് നല്ലവണ്ണം കുട്ടികൾ പഠിക്കും. 2, അവർ അനലിറ്റിക്കലായിട്ട് പഠിക്കും. അപ്പം എക്സാമിനേഷൻ്റെ സ്റ്റൈല് നല്ലത് തന്നെയാണ്. ആ സിലബസ് മാറ്റം നല്ലത് തന്നെയാണ്. പിന്നെ റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയകൾ ഒഴിവാക്കിയോ എന്നൊരു സംശയം ഇല്ലാതില്ല. ചില സബ്ജക്റ്റിൽ നിന്ന് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. ബട്ട് എങ്കിലും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്.
സിലബസിൻ്റെ ചേഞ്ചിൽ എനിക്ക് പോസിറ്റീവാണ് പറയാനുള്ളത്. പക്ഷേ പരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന രീതി അത് ശരിക്കും ഔട്ട്ഡേറ്റ് ആണ് സാറേ. കാരണം ഇൻ്റർനാഷണലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട് CPA USA ആയാലും ഈവൻ മറ്റ് രാജ്യങ്ങളുടെ പ്രൊഫഷണൽ അക്കൗണ്ടിങ് ബോഡി ആയാലും അവർ എക്സാം കണ്ടക്ട് ചെയ്യുന്ന രീതി മോസ്റ്റ് മോഡേൺ മെത്തേഡാണ്. നമ്മുടെ എക്സാമിനേഷൻ ഇപ്പോഴും നമ്മൾ ഈ ഹാൻഡ് റൈറ്റിങ്ങിന് എന്ത് റിലവൻസ് ആണുള്ളത്? ഇപ്പോൾ വോയിസ് കമാൻഡിൻ്റെ കാലമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ബ്ലോക്ക് ചെയിനിൽ എത്തി നിൽക്കുന്ന ഈ കാലത്ത്, അല്ലെങ്കിൽ റോബോട്ടിക്സ് ഇത്രയും വാഴുന്ന കാലത്ത് നമുക്കൊരു പേപ്പറും പെന്നും എന്ന് പറയുന്ന കൺസെപ്റ്റ് ശരിക്കും ഔട്ട്ഡേറ്റഡ് ആണ്. ബട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാമിനേഷൻ ഇപ്പോഴും കണ്ടക്ട് ചെയ്യുന്നത് ആ ഒരു പഴയ രീതിയിലാണ്. അവർ പറയുന്നത് കുട്ടികളുടെ പിന്നെ റൈറ്റിംഗ് സ്കില്ലും അവരുടെ ആ പ്രഷർ മാനേജ്മെൻറ്റൊക്കെ അവർക്ക് അളക്കണമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതെനിക്ക് ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അധികം താമസിയാതെ നമ്മൾ ഓൺലൈനിലേക്ക് മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു പോസിറ്റീവാണ്. പക്ഷേ അത് ഇച്ചിരി വൈകിപ്പോയോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ മാറേണ്ടിയിരിക്കുന്നു, എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന രീതി മാറേണ്ടിയിരിക്കുന്നു. ബട്ട് വാല്യുവേഷൻ വളരെ വളരെ ട്രാൻസ്പാരൻ്റ് ആണിപ്പോൾ. വാല്യുവേഷൻ നമുക്ക് ആർക്കും ഒന്നും പറയാനില്ല, അത് പെർഫെക്റ്റാണ്. നമുക്കറിയാം ഓൺലൈൻ വാല്യുവേഷനാണിപ്പോൾ പെർഫെക്റ്റ് വാല്യുവേഷൻ. പക്ഷേ എക്സാം കണ്ടക്ട് ചെയ്യുന്ന രീതി എൻ്റെ ഒരു ആസ് എ ടീച്ചർ നമ്മൾ ഈ മാറ്റം കാണുമ്പോൾ സ്റ്റുഡൻസിൻ്റെ ഒരു ട്രെൻഡും കണ്ടിട്ട് പറയുന്നത് അത് മാറേണ്ട കാലമായി. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് 2049 100 വർഷം തികയാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു വിഷൻ എനിക്ക് തോന്നുന്നത് ഒരു 30 ലക്ഷം ചാർട്ടേഡ് അക്കൗണ്ട്സിനെ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4 ലക്ഷം കഴിഞ്ഞു. അപ്പം മിടുക്കരായ വിദ്യാർത്ഥികളെ നമ്മുടെ ഈ പ്രൊഫഷനിലേക്ക് ആകർഷിക്കാൻ എന്തൊക്കെയാണ് നമ്മളുടെ ഒരു മെമ്പേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യാൻ സാധിക്കും? മെമ്പേഴ്സ് എന്ന നിലയിൽ സാറേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഓരോ ബ്രാഞ്ചുകൾക്ക് ഇതിനകത്തുള്ള റോള് ഭയങ്കര വലുതാണ്. പണ്ടത്തെക്കാളും ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ ജനറൽ പബ്ലിക്കിൻ്റെ ഇടയിൽ, എസ്പെഷ്യലി സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നമ്മുടെ കോഴ്സിൻ്റെ അവയർനെസ് കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഗവൺമെൻറ് ലെവലിൽ ഇതൊരു പ്രോഗ്രാംസ് പോലെ കണ്ടക്ട് ചെയ്ത് അവയർനെസ് നടത്തുവാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഒരു മാസ് ക്രൗഡിനെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത് ഞാൻ കാണുന്നൊരു പോസിറ്റീവ്, നമ്മുടെ ആർട്ടിക്കിൾഷിപ്പ് നമുക്കറിയാം ഇപ്പോൾ 2 ഇയേഴ്സ് ആക്കിയിട്ടുണ്ട്. ഈ പുതിയൊരു ജനറേഷൻ്റെ ഒരു ട്രെൻഡ്, അവർ ദീർഘകാലങ്ങൾ ഒരു കോഴ്സ് പഠിക്കാൻ മാനസികമായി തയ്യാറുള്ളവരല്ല. 2 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സിനുള്ളിൽ പഠിച്ച് ക്ലിയർ ചെയ്ത് എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറി ഏൺ ചെയ്ത് ജീവിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. അത് ഒരു പരിധി വരെ ക്വാളിറ്റിയെ ബാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ നമ്മുടെ ഈ കോഴ്സിലേക്ക് വരുന്ന കുട്ടികളുടെ ക്വാളിറ്റിയെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റൊരു പോസിറ്റീവ് സൈഡ്, ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, ബ്രൈറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പണ്ട് സയൻസ് മാത്രം മതി, കൊമേഴ്സ് വേണ്ട എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പം നേരെ തിരിച്ച് കൊമേഴ്സ് ഒരു മെയിൻ സ്ട്രീം സബ്ജക്റ്റായിട്ട് സെലക്ട് ചെയ്ത് തുടങ്ങി. അതൊരു പോസിറ്റീവാണ്. പക്ഷേ കുറച്ചുകൂടി നമ്മൾ അവയർനെസ് കുട്ടികളുടെ ഈ കോഴ്സിൻ്റെ പോസിബിലിറ്റീസ്, ഇതിൻ്റെ കരിയർ ഗ്രോത്ത്, ഇന്ത്യക്കകത്ത് മാത്രമല്ല വിദേശ രാജ്യത്ത് എന്തെങ്കിലും ഇപ്പം മെമ്പേഴ്സിനറിയാം. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിട്ട് നമ്മൾ നിൽക്കുന്ന നമുക്കറിയാം ICAIയുടെ വെബ്സൈറ്റിൽ. പക്ഷേ എത്ര കുട്ടികൾ വെബ്സൈറ്റിൽ പോയി നോക്കും? അപ്പോൾ ഇത് ശരിക്കും കുട്ടികളുടെ ഇടയിൽ എത്തണം. നമ്മുടെ ഈ കോഴ്സിൻ്റെ വാലിഡിറ്റി, ഇതിൻ്റെ ഒരു സ്കോപ്പ് എന്താണ്, പവർ എന്താണ്, ഇന്ത്യക്കകത്ത് മാത്രമല്ല വിദേശത്തും നമുക്ക് ഭയങ്കര ഡിമാൻഡാണെന്നുള്ളത് കുട്ടികളുടെ ഇടയിൽ എത്തണം. കാര്യം നമുക്കറിയാം ഫോറിൻ കോഴ്സുകൾ ഒത്തിരി നമ്മുടെ കൊമേഴ്സ് മേഖലയിലൂടെ വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അപ്പോഴും നമ്മുടെ ICAIയുടെ CA എന്ന് പറയുന്ന കോഴ്സ് യുണീക്ക് തന്നെയാണ്. കാര്യം ഇത് പഠിച്ചവർക്കും പഠിക്കാത്തവരും അത് എഗ്രി ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് ഈ കുട്ടികൾ അത് അത്രയും എഫക്റ്റായിട്ട് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അവർ ഫസ്റ്റ് തന്നെ കാണുന്ന നെഗറ്റീവ്, ഇത് ഭയങ്കര ടഫാണ്, ഇത് നമ്മൾ പഠിച്ചാൽ ജയിക്കില്ല, അത്രയും വർഷം വേസ്റ്റാണ്, അവരതാ കാണുന്നത്. അപ്പോൾ ശരിക്കും ഇതങ്ങനെ അല്ല എന്നും ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റം മാറിയെന്നും കറക്റ്റായിട്ട് നിങ്ങൾ കൺസെപ്ച്വലി പഠിച്ചാൽ ആപ്റ്റായിട്ടുള്ളൊരു സ്റ്റുഡൻറ്റിന് ഇത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്നും ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അവയർനെസ് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ഇടയിൽ എത്തേണ്ടതായിട്ടുണ്ട്. അത് എത്തിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ പറയുന്ന ടാർഗറ്റൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു വളരെ നല്ലൊരു മൂവാണ് എക്സാമിനേഷൻ 3 തവണ എഴുതാമെന്നുള്ളത്. വളരെ അപ്രീഷ്യബിൾ ആയിട്ടുള്ളൊരു മൂവാണ്. സേവ് ചെയ്യാൻ പറ്റും. കാരണം ഒരു കുട്ടിക്ക് അടുത്ത 6 മാസം വരെ കാത്തിരിക്കണ്ടല്ലോ. കാരണം അവൻ പ്രിപ്പയർ ചെയ്തവനാണ്, അവൻ 0 തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. അവൻ ഒന്നുകൂടെ ഒന്ന് വാല്യൂഡേഷൻ നടത്തിയിട്ട് അവന് പോയി പരീക്ഷ എഴുതാം. അത് വളരെ നല്ലൊരു മൂവാണ്. പക്ഷേ കുറച്ചുകൂടെ കൂടുതൽ ഞാൻ പറയുന്നത് സാറേ, എക്സാം കണ്ടക്ട് ചെയ്യുന്ന രീതി ഒന്ന് ഇൻ്റർനാഷണൽ ലെവലാവണം. കുട്ടികളുടെ ഇടയിൽ ഈ കോഴ്സിൻ്റെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഒന്നുകൂടെ അവയർനെസ് കൂട്ടുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രോത്തിലേക്ക് ഇതെത്താൻ പറ്റും. ഈ നന്നായി ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഈ ഇൻകം ടാക്സിൻ്റെ ക്ലാസ്സുകൾ ഇൻ്റർമീഡിയറ്റ് പഠിച്ച് ചെല്ലുമ്പോൾ എത്ര ഗുണം കിട്ടും എന്നുള്ളത് സാറിന് പറയാം? അതായത് സാർ ചോദിക്കുന്ന ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് അതെ കഴിഞ്ഞിട്ട് ഇൻകം ടാക്സ് നന്നായിട്ട് പഠിച്ചു പോകുന്ന ഒരു കുട്ടിക്ക്, കാരണം ആർട്ടിക്കിൾഷിപ്പ് നമ്മുടെ CA കോഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പം ഈ കോഴ്സുകൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്ന വിദ്യാർത്ഥിക്ക് എത്രത്തോളം അതാ വർക്കിൽ ഗുണം കിട്ടും എന്നുള്ളത് സാറിന്? സാറേ നമ്മുടെ ആർട്ടിക്കിൾഷിപ്പിൽ ഇപ്പോൾ എൻ്റെ ആർട്ടിക്കിൾഷിപ്പ് എക്സ്പീരിയൻസിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സബ്ജക്റ്റുകൾ അക്കൗണ്ട്സ്, ഓഡിറ്റിങ്, ടാക്സ് ആണ്. ലോ ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ചേ നമ്മൾ ലോ കാണുന്നുള്ളൂ, കമ്പനി ലോ ഒക്കെ കാണുന്നുള്ളൂ. ടാക്സിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം GSTയും ഇൻകം ടാക്സുമാണ്.
ഒരു ഓഫീസിൽ ആർട്ടിക്കിൾഷിപ്പ് എന്നൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവൻ്റെ ലൈഫിൽ അവൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു വർക്ക് ടാക്സ് ഓഡിറ്റാണ്. മറ്റൊന്ന് GSTയുടെ കംപ്ലയൻസ്, അതിൻ്റെ ഫയലിങ്സാണ്. അപ്പോൾ ഈ 2 സബ്ജക്റ്റ് പഠിച്ചിട്ട് പോകുന്ന ഒരുത്തിന് ശരിക്കും പറഞ്ഞ ആർട്ടിക്കിൾഷിപ്പ് വളരെ പീസ് ഓഫ് മൈൻഡിൽ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. കാര്യം ഈ 2 സബ്ജക്റ്റാണ് അവിടെ ഉള്ള മെയിൻ. പിന്നുള്ളത് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റിംഗ് നമുക്കറിയാം സിസ്റ്റംസും പ്രൊസീജിയേഴ്സും ഉണ്ട്. ബട്ട് ഇതിനകത്ത് പ്യുവർലി നമ്മുടെ നോളജാണ്. എന്തൊക്കെ ആപ്പും സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് പറഞ്ഞാലും ആ ചെയ്തിരിക്കുന്ന ശരിയാണോ എന്ന് അറിയണമെങ്കിൽ പ്രൊവിഷൻ അവൻ അറിയണം. അപ്പം നമുക്കറിയാം PGBP എന്നുള്ള അല്ലെങ്കിൽ ബിസിനസ് ഹെഡ് എന്നുള്ള ആ ഒരു ഇതിൽ നോളജാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ടാക്സ് ഓഡിറ്റിൻ്റെ നോളജ്. അപ്പോൾ ഇത് GSTയും ടാക്സും പഠിച്ചിട്ട് വന്നൊരു സ്റ്റുഡൻറ്റിന് ശരിക്കും ആർട്ടിക്കിൾഷിപ്പ് വളരെ ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരിക്കും. എന്നാൽ ഇത് പഠിക്കാതെ പോകുന്നവന് നൈറ്റ് മെയറുമാണ്. രണ്ടാമത്തെ വിഷയം, ഇവൻ പഠിച്ചിട്ട് പരീക്ഷ പാസ്സാകുന്ന സമയത്തുള്ള ടാക്സിൻ്റെ അമെൻമെൻറ്റ്സ് ആയിരിക്കില്ല ആർട്ടിക്കിൾഷിപ്പിന് കയറുമ്പോൾ. അപ്പം അതിനോടൊപ്പം ഇങ്ങനൊരു അമെൻമെൻ്റ് ഉണ്ടെന്നും അത് അപ്ഡേറ്റ് ചെയ്യണമെന്നും കൂടി അവൻ അവെയർ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് എവർ ചേഞ്ചിങ് ആണ്. അപ്പം ഇൻ്റർമീഡിയറ്റ് ബോത്ത് ഗ്രൂപ്പ് പാസ്സായിട്ടേ ഇപ്പോൾ നമുക്ക് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 2 സബ്ജക്റ്റ് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുള്ളവന് ദാറ്റ് വിൽ ബി റിയലി ഈസി. ഓഫീസിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് സുഖമാണ്, കാരണം അവൻ അപ്ഡേറ്റ് ആണ്, അവന് കാര്യം അറിയാം. നമുക്ക് വളരെ സേഫായിട്ട് അവനെ വർക്ക് ചെയ്യിപ്പിക്കാം. ഒരു ഇൻകം ടാക്സിലെ ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ നിരവധി ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ട്. അപ്പം ഇത്രയും തിരക്കുള്ള ഒരു ഫാക്കൽറ്റി എങ്ങനെയാണ് തൻ്റെ പേഴ്സണൽ ലൈഫും ഈ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഓടി നടന്ന് ക്ലാസ് എടുക്കാനുള്ള സാറിൻ്റെ ആ ഒരു സ്ട്രാറ്റജി എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? സാറേ, മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 2 രീതിയിൽ നമുക്ക് പഠിപ്പിക്കാം. അതായത് ഒന്ന് നമുക്ക് പാഷനേറ്റ് ആയിട്ട് പഠിപ്പിക്കാം, 2 ജോലിയാണെന്ന് കണ്ട് ജോലിയായിട്ട് പഠിപ്പിക്കാം. ഞാൻ ഇത്രയും നാൾ എനിക്ക് തോന്നുന്നു നിൽക്കാൻ പറ്റിയത് ഞാൻ ഈ പാഷനേറ്റ് ആയതുകൊണ്ടാണ്. എനിക്ക് പഠിപ്പിക്കുന്നൊരു പാഷനാണ്. പലരും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഒരു തവണ പഠിപ്പിച്ചതിനല്ലേ വീണ്ടും അപ്പുറത്ത് പോയി പഠിപ്പിക്കുന്നത്, അപ്പോൾ ബോറടിക്കില്ലേ? നമുക്ക് ബോറടിക്കില്ല. കാരണം നമ്മളിതൊരു ജോലിയായിട്ടല്ല കാണുന്നത്. എൻജോയ് ചെയ്തിട്ട് നമ്മൾ ഇതങ്ങ് പ്രസൻറ്റ് ചെയ്യുവാണ്, പഠിപ്പിക്കുകയല്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ. അതുകൊണ്ട് അത് എനിക്ക് ടയർഡായിട്ട് തോന്നിയിട്ടില്ല. 2 വൈഫ് ഭയങ്കര കോപ്പറേറ്റീവാണ്. അപ്പോൾ വൈഫ് കോപ്പറേറ്റീവ് ആയതുകൊണ്ട് തന്നെ അവൾ CA സ്റ്റുഡൻറ്റും കൂടെ ആയിരുന്നത് കൊണ്ട് തന്നെ അവൾക്കറിയാം ഇതിനകത്തുള്ള ടഫ്നെസ്സും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ വൈഫിൻ്റെ ഒരു സപ്പോർട്ട് ഭയങ്കരമാണ്, വൈഫിൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടും ഭയങ്കരമാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ 2 ചേഞ്ച് ഉള്ളത് കൊണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അതും ഒരു സൈഡിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ചേഞ്ച് ഉണ്ട്, ഒരേ കാര്യങ്ങൾ തന്നെ ഒരു വർഷത്തിനപ്പുറം ഇല്ല. ഡെഫിനറ്റ്ലി ഒരു 20 to 30% കാര്യങ്ങളിൽ ചേഞ്ച് വരും. സോ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലും രാത്രിയിലോ അല്ലെങ്കിൽ ഏർലി മോർണിംഗോ ഒക്കെ ടൈം കണ്ടെത്തി വായിക്കാറുണ്ട്, പ്രിപ്പയർ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ സാറിൻ്റെ 15 വർഷത്തെ ഈ ടീച്ചിങ് എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നു 10,000 കുട്ടികളെ പഠിപ്പിച്ച ഏകദേശം ഒരു 2000-ഓളം ചാർട്ടേഡ് അക്കൗണ്ട്സ് പാസ്സായിട്ടുള്ളതായിട്ട് സാറിനൊരു കണക്ക് അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? 2000-ഓളം പേര് ഫുള്ള് ഫൈനൽ ക്വാളിഫൈ ഉണ്ടാവുമെന്ന് പറയാറായിട്ടില്ല സാറേ. എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു മോർ ദാൻ 1000 ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ടാവും ഫുൾ ക്വാളിഫൈ ചെയ്തത്. അപ്പോൾ അതിനകത്ത് തന്നെ ഈ ഇനി പലരും ഫൈനലിപ്പം എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അത്രയും കുട്ടികൾ ക്വാളിഫൈ ഉണ്ട്. അതിൽ പലരും എനിക്ക് സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റിൽ തന്നെ, ടാക്സ് എന്നുള്ള സബ്ജക്റ്റിൽ തന്നെ Big 4 അവർ വർക്ക് ചെയ്യുന്ന, അവർ ഇടയ്ക്ക് മെസ്സേജ് അയക്കും, അവർ ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യും. അന്നേരം ഭയങ്കര സന്തോഷമാണ്. അത് ഭയങ്കര ഒരു സന്തോഷമാണ്. ഈ സാറ് പഠിപ്പിച്ച ഈ പഴയ വിദ്യാർത്ഥികളുമായിട്ട് എങ്ങനെയാണ് സാറ് കണക്ട് ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ എങ്ങനെയാണ് അവരൊക്കെ? ഇല്ല സാർ, അങ്ങനെ ഗ്രൂപ്പൊന്നുമില്ല. ഒന്നാമത് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉള്ളൂ. കാര്യം നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പഠിച്ചു, അവർ പാസ്സായി അവർ പോകുക എന്നുള്ളതാണ്. നമ്മൾ തിരിച്ചൊന്നും അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് കിട്ടാതെ വരുമ്പോഴാണല്ലോ സങ്കടം വരുന്നത്. അങ്ങനെ എക്സ്പെക്റ്റേഷനൊന്നുമില്ല. പക്ഷേ കുറച്ച് ഒരുപിടി കുട്ടികളുണ്ട് ഇപ്പോഴും 2011 പഠിപ്പിച്ചിട്ട് ഇപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന, ഇങ്ങോട്ട് വിളിക്കുന്ന, സംസാരിക്കുന്ന. നമ്മൾ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ പോലും ഇങ്ങോട്ട് റെഗുലറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. ക്വാളിഫൈഡ്സും ഉണ്ട്. 2011 ഞാൻ 12 പഠിപ്പിച്ച ആൾക്കാർ. അപ്പം അങ്ങനൊരു ഗ്രൂപ്പോ ഒരു സിസ്റ്റമോ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ പലരെയും പല സ്ഥലങ്ങളിൽ വെച്ച് കാണും, പല ഓർഗനൈസേഷനിൽ പോകുമ്പോൾ കാണും. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, കോണ്ടാക്റ്റ് ഉണ്ട്. അതല്ലാതെ ഒരു ഗ്രൂപ്പായിട്ടൊന്നും അങ്ങനെ കീപ്പ് ചെയ്യാറില്ല. സാറിൻ്റെ പഠിപ്പിന് വെളിയിൽ സാറിൻ്റെ പ്രാക്ടീസ്, ബിസിനസ് അതൊക്കെ എങ്ങനെയാണെന്ന്? ഞങ്ങൾക്കൊരു പാർട്ണർഷിപ്പ് ഫാമുണ്ട്. ഞാനൊരു പാർട്ണർഷിപ്പ് ഫാമിലെ പാർട്ണറാണ്. ട്രിവാൻഡ്രത്താണ് ഞങ്ങളുടെ ഓഫീസ്. പ്രാക്ടീസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടവും കൂടുതൽ ഞാൻ ചെയ്യുന്നതും ടീച്ചിങ് ആണ്. ശരിക്കും പ്രാക്ടീസിൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ കുറവാണ്. അപ്പോൾ കൂടുതലും ഇതിനകത്ത് തന്നെയാണ്. പിന്നെ പ്രാക്ടീസിലായാലും ഞാൻ ഇൻവോൾവ് ചെയ്യുന്നത് കൂടുതലും ഇപ്പം കുട്ടികൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്തോ ടാക്സ് ഓഡിറ്റിംഗ് സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ക്ലയൻറ്റ് വരുമ്പോൾ എന്തെങ്കിലും അഡ്വൈസ്, ആ ഒരു ആംഗിൾ മാത്രമേ ഞാൻ അതിനകത്ത് ഇൻവോൾവ് ചെയ്യാറുള്ളൂ. പിന്നെ മറ്റൊരു വേറെ ബിസിനസ്സായിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം ട്രാവലിംഗ് ആണ്.
കാട് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ്. പിന്നെ ഓഫ് റോഡിങ് ഒരു വീക്ക്നെസ്സാണ്. അപ്പം യാത്രയാണ് പിന്നെ ഞാൻ എൻജോയ് ചെയ്യുന്നത്, ഫാമിലി ആയിട്ടുള്ള യാത്രകളും അല്ലാതെയുള്ള യാത്രകളും. ഇതാണ് മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി. കൂടുതൽ സമയവും എനിക്കൊന്ന് പഠിപ്പീര് തന്നെയാണ്. സാറിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ക്ലാസ് എടുക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ ഇവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്താണ് സാറിൻ്റെ ഒരു? ഞാൻ പറഞ്ഞു വരുമ്പോൾ സാറേ, എനിക്ക് കുറച്ചുകൂടി നമ്മുടെ ഹോം സിക്നെസ് എനിക്ക് തോന്നുന്നു ഉള്ള ഒരാളെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹമോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എങ്കിലും ഫൈനൽ കുട്ടികളെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് വളരെ മിനിമം ദിവസം കൊണ്ട് ഇത് എക്സാം ഓറിയൻറ്റഡ് എങ്ങനെ തീർക്കാം, ഞാൻ അങ്ങനെ ഒരു റിസർച്ചിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വളരെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാക്കി അവർക്ക് ഒരു 10-15 ദിവസം കൊണ്ട് CA ഫൈനലിൻ്റെ ടാക്സ് എന്നുള്ള ഈ ഒറ്റ പേപ്പർ പഠിക്കാൻ പറ്റണം. അതിന് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാനിപ്പോൾ അതാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു മെറ്റീരിയലുമായിട്ട് വരാനാണ് ഇപ്പം ശ്രമിക്കുന്നത്. അറിഞ്ഞോ അറിയാതെ നമ്മുടെ പൊതുസമൂഹത്തിൽ CA ഒരു വലിയ ടഫ് കോഴ്സാണെന്നുള്ളൊരു ഒരു ഫീലിംഗ് ഉണ്ട് പൊതുജനത്തിന്, അല്ലെങ്കിൽ പേരൻസിനെ വിടാൻ ബുദ്ധിമുട്ടുണ്ട്. സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കണം ഒരു കുട്ടി പഠിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് പാസ്സാകാനുള്ള മെത്തേഡുകൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അവരിപ്പോൾ പഠിക്കുന്ന രീതി പഠിക്കാൻ എന്താണ് സാറിൻ്റെ ഒരു സജഷൻ? എന്താണ് സജഷൻ എന്ന് പറഞ്ഞാൽ പൊതുവേ +2 കൊമേഴ്സോ അല്ലെങ്കിൽ ഡിഗ്രിയോ കഴിഞ്ഞിട്ടായിരിക്കും ഒരു കുട്ടി ഈ CA കോഴ്സിലേക്ക് വരിക. ഡിഗ്രി കഴിഞ്ഞിട്ട് CA കോഴ്സിലോട്ട് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ ഫേസ് ചെയ്യുന്നത് ആദ്യം ഇൻ്ററാണ്. അപ്പോൾ ഒരു സഡൻ ചേഞ്ചാണ്. കാരണം നമ്മുടെ കേരളത്തിലെ കുറ്റമായിട്ട് പറയുകയല്ല, കേരളത്തിലെ ഡിഗ്രി ലെവലിൽ BCom പഠിച്ച് വരുന്ന ഒരു കുട്ടി ഒരിക്കലും പ്രൊഫഷണൽ കോഴ്സിന് സ്യൂട്ടായിട്ടല്ല അവൻ വരുന്നത്. അവൻ അവിടെ കിട്ടുന്ന നോളജും അവിടുത്തെ രീതികളും തികച്ചും വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളാണ്. അത് നമുക്കിവിടെ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ആ ഒരു അവിടെ പഠിച്ച അതേ രീതിയിൽ ഇത് അപ്രോച്ച് ചെയ്താൽ പറ്റില്ല, ഇത് പാസ്സാവില്ല. +2 കൊമേഴ്സ് കഴിഞ്ഞ് വരുന്ന ഒരാൾ ഫൗണ്ടേഷൻ റൂട്ട് വഴി വരുമ്പോൾ അവന് പിന്നെയും കുറച്ചുകൂടി ഐഡിയ ഉണ്ട്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അവൻ കുറച്ചുകൂടി ഫിൽട്ടേർഡാണ്, കുറച്ചുകൂടി ഫോക്കസ്ഡാണ്. അപ്പം ഇതിനകത്ത് ഈസി ആയിട്ട് ജയിക്കാനുള്ള ഫസ്റ്റ് അപ്രോച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ. അത് പല കുട്ടികളും കാണിക്കുന്നൊരു മിസ്റ്റേക്കാണ്. ആ സ്റ്റഡി മെറ്റീരിയൽ തുറന്നു പോലും നോക്കില്ല. വേറെ ഏതെങ്കിലും ഒരു ടൈലർ മെയ്ഡായിട്ടുള്ള ബുക്കോ നോട്ട്സോ എന്തെങ്കിലും വെച്ചിട്ട് പഠിക്കും. പക്ഷേ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നുള്ളതാണ്, നിങ്ങൾ 100% സ്റ്റഡി മെറ്റീരിയൽ റിലേ ചെയ്യുക. സ്റ്റഡി മെറ്റീരിയൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഇല്ലുസ്ട്രേഷൻസും ഈവൻ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും നിർബന്ധമായും 100% ചെയ്തിരിക്കണം. നിങ്ങൾ അത് ചെയ്തതിന് ശേഷം അഡീഷണൽ എക്സ്ട്രാ വേറെ എന്തുകൊണ്ട് ചെയ്തോ. അപ്പോൾ ഇത് ചെയ്യാതെ നമ്മൾ വേറെ ബുക്ക് പഠിച്ചിട്ട് അപ്പോൾ നമ്മൾ കാണുന്നില്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലെവൽ എന്തായാലും കാണുന്നില്ല. 2, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഫാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കും, ആ ചാപ്റ്ററിൽ നിന്ന് എക്സാമിനേഷൻ ഏത് റേഞ്ചിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ള നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. അത് അറിഞ്ഞുകൂടാതെ ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് എഴുതാൻ പറ്റും, പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 3, സൈഡ് ആയിട്ട് വേറൊന്നും ചെയ്യരുത്. ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് എടുത്താൽ ഒരു കൊച്ചു കുട്ടിയെ നോക്കുന്ന പോലെ ഈ കോഴ്സിൻ്റെ പുറകെ നടന്നാലേ കിട്ടുള്ളൂ. സൈഡിൽ കൂടെ ജോലി ചെയ്യുക, കുറച്ച് നാൾ ലീവ് എടുത്ത് പഠിക്കുക, അതല്ലെങ്കിൽ വേറെ കോഴ്സ് സൈഡിൽ കൂടെ ചെയ്യുക, അത് വർക്കൗട്ടാവില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ ഇത് രണ്ടേ ഉള്ളൂ. കാരണം ഞാൻ 2005 ജോയിൻ ചെയ്തിട്ട് 2011 ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് പുറത്തിറങ്ങുന്നത്. 6 കൊല്ലം. ഈ 6 വർഷത്തിനിടയ്ക്ക് ഞാൻ വേറെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല, ഈ കോഴ്സിൻ്റെ പുറകെയായിരുന്നു. അത് ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ വന്നതാണ്. അതെൻ്റെ 26ാമത്തെ വയസ്സിലാണ് ഞാൻ പാസ്സാവുന്നത്. അപ്പോൾ ഈ 6 വർഷം ഒരു തപസ്യ പോലെ ഇതിൻ്റെ പുറകെ നടന്നു. ഇന്നത്തെ സാഹചര്യവും ക്ലാസ്സുകളും വെച്ചിട്ട് അതിൻ്റെ ആവശ്യമില്ല. 3 വർഷം നല്ലവണ്ണം ഒരുത്തൻ ഫോക്കസായിട്ട് മെനക്കെട്ടാൽ അവന് പാസ്സാകാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിഷൻ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ 2049 30 ലക്ഷം ചേട്ടൻ. അപ്പോൾ കുറേയേറെ മെമ്പേഴ്സിലും ഒരു അപ്രിയേഷൻ പറയാറുണ്ട്, അയ്യോ ഇത്രയും CA വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ സാറിൻ്റെ പാസ്സായ സ്റ്റുഡൻസിനൊക്കെ എങ്ങനെയാണ്, പെട്ടെന്ന് തന്നെ ജോലി കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഒരു സാലറി ലെവൽ അല്ലെങ്കിൽ പ്രാക്ടീസിലേക്ക് അവരുടെ ഒരു സന്തോഷവും ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് സാർ? അത് തികച്ചും ആ പറഞ്ഞ ഒരു ടോക്ക് ശരിക്കും തെറ്റാണ്. കാരണം നമ്മുടെ എക്കോണമിയുടെ ഗ്രോത്ത് നമുക്കറിയാം. ഇന്ത്യ എന്ന് പറയുന്നത് ലാർജസ്റ്റ് എക്കോണമി ഒരെണ്ണമാണ്. അപ്പം നമ്മുടെ ഈ പറയുന്ന എക്കോണമി ഇത്രയും ഗ്രോ ചെയ്യുന്നത് കൊണ്ട് ഓപ്പർച്യൂണിറ്റിയുടെ സൈഡിൽ അങ്ങോട്ട് പ്രശ്നമേ ഉദിക്കുന്നില്ല. 2, പല വിദേശ രാജ്യങ്ങളിലും സാറ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, US സീനിയറായിട്ടുള്ള സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട് CPA, അവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ട്സ്, നമ്മുടെ ഇന്ത്യൻ്റെ ഇക്വലൻ്റ് അവരുടെ എണ്ണം കുറയുകയാണ്. യങ്സ്റ്റേഴ്സ് CPAയിലോട്ട് വരുന്നവരുടെ എണ്ണം കുറയുകയാണ്. അപ്പോൾ ഓവറാൾ പല വിദേശ രാജ്യങ്ങളിലും അക്കൗണ്ടിങ് പ്രൊഫഷൻ്റെ എണ്ണം കുറയുവാണ്. അപ്പം ഭയങ്കരമായിട്ടൊരു ഡിമാൻഡ് വരും. അപ്പോൾ അവിടെ ആ ഡിമാൻഡ് ഫില്ല് ചെയ്യാൻ ഇവിടെ കൊണ്ട് പറ്റും. പിന്നെ ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ ജോലി ഇല്ലാതെ നിൽക്കുന്ന ആരുമില്ല. പിന്നെ ചില ആൾക്കാർ ഓപ്പർച്യൂണിറ്റി വന്നാൽ കയറില്ല. എന്താ, അവരുദ്ദേശിക്കുന്ന ഒരു റെമ്യൂണറേഷൻ കിട്ടിയാലേ കയറൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരേ ഉള്ളൂ. അതല്ലാതെ ആരും പ്ലേസ് ചെയ്യാതെ പോയിട്ടില്ല. പിന്നെ പ്രാക്ടീസ് നമുക്കറിയാം, ഒരാൾ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇറങ്ങുന്നതെങ്കിൽ അവൻ പ്രാക്ടീസ് ചെയ്യും.
അവിടെ പിന്നെ ജോലി എന്നൊരു ചോദ്യം ഉദിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ സാറിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ കോഡ് വന്നു, ഓൺലൈൻ ക്ലാസ് വന്നു, അതിനുശേഷം ഓഫ്ലൈൻ ആവും. സാർ ഈ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും എങ്ങനെയാണ് അതിൻ്റെ ഒരു ഗുണഗണങ്ങൾ എന്ന് പറയുമോ? സാർ, എനിക്ക് പേഴ്സണലി ഇഷ്ടം ഓഫ്ലൈൻ ക്ലാസ്സാണ്. ഓൺലൈൻ ക്ലാസ്സിനോട് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. നമുക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അത് കൊള്ളൂലെന്നല്ല, എനിക്കത് ഇഷ്ടമല്ല. കാരണം നമുക്ക് കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്കത് പറഞ്ഞു കൊടുത്ത് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ബൗൺസ് ബാക്ക് അത് ഓൺലൈൻ ക്ലാസ്സിൽ മിസ്സിംഗ് ആണ്. ഓക്കെ, ചാറ്റ് ചെയ്യാം, ഡൗട്ട് ചോദിക്കാമെന്ന് പറഞ്ഞാലും ഇവരുടെ മുഖം കണ്ട് ഇവർക്ക് മനസ്സിലായോ എന്നുള്ള ആ ഒരു റെസ്പോൺസ് അവിടെ മിസ്സിംഗ് ആണ്. അപ്പോൾ ഒരു ക്ലാസ് റൂം ടീച്ചിങ്ങുമായിട്ട് ഒരിക്കലും ഓൺലൈൻ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കോവിഡിന് ശേഷം കണ്ട മറ്റൊരു ട്രെൻഡ്, ഓഫ്ലൈൻ ചൂസ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കുറവും, ഓൺലൈൻ ചൂസ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലുമാണ്. അപ്പോൾ അവന് അത് എത്രത്തോളം ഇത് മനസ്സിലാകുന്നു എന്ന് നമുക്ക് റെസ്പോൺസ് ഇല്ല, കിട്ടുന്നില്ല. അവർ പഠിക്കുന്നു, പോയി പരീക്ഷ എഴുതുന്നു. എനിക്കൊന്നൊരു പേഴ്സണൽ ഒരു ടീച്ചർ സ്റ്റുഡൻ്റ് എന്നുള്ള ആ ഒരു ബന്ധം എനിക്കൊന്ന് അതിൻ്റെ ആ ഒരു സാങ്ക്ടിറ്റിയൊക്കെ എനിക്ക് പോയെന്ന് തോന്നുന്നു. അതൊന്നും ഇപ്പോൾ അതില്ല, വളരെ വല്ലാണ്ട് കുറഞ്ഞു പോയി. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഓഫ്ലൈൻ ക്ലാസ് തന്നെയാണ്. പക്ഷേ ഇത് രണ്ടും പാരലായിട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഒരിക്കലും ഓൺലൈനിനെ ഓഫ്ലൈനിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, ഓഫ്ലൈനിനെ ഓൺലൈനിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അത് രണ്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് കൺവീനിയൻ്റായിട്ട് കുട്ടികൾ പറയുന്നത് ഓൺലൈനാണ്. പക്ഷേ സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്ത കുട്ടികൾക്ക് ഓഫ്ലൈൻ തന്നെയാണ് ബെറ്റർ. ഞാൻ കോട്ടയം ബ്രാഞ്ചിൻ്റെ ഭാഗമായപ്പോൾ കഴിഞ്ഞ വർഷം കോട്ടയം ജില്ലയിലും ഏകദേശം 21,000 സ്റ്റുഡൻസിന് നമ്മളൊരു കരിയർ കൗൺസിൽ നടത്താൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരിയേറെ കുട്ടികൾ കൊമേഴ്സ് സ്ട്രീം തിരഞ്ഞെടുക്കാൻ സാധിച്ചു. അപ്പം നമ്മൾ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കരിയർ ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴും 11ലോ 12ലോ അല്ല, 6, 7 ഒരു ക്ലാസ്സിലൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഇത് സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? കുട്ടികൾ എപ്പോഴാണ് ഒരു കരിയർ ഡിസിഷൻ എടുക്കുന്നത്? ചെറുപ്പത്തിലാണോ അല്ലെങ്കിൽ 11, 12 ശേഷമാണോ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുന്നത്? ഈ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലൊക്കെ ഇത് ചൂസ് ചെയ്യാന്നുള്ള എനിക്കൊന്ന് നമ്മുടെ മറ്റ് ഫോറിൻ കൺട്രീസിലുള്ള ഒരു ട്രെൻഡിങ് ആണ്. അവൻ്റെ ടേസ്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത്രയും നേരത്തെ തന്നെ അത് സെറ്റ് ചെയ്യാന്നുള്ളത്. അതിന് ഗുണങ്ങൾ തന്നെയാണ് കൂടുതലും. കാരണം നമ്മൾ +2 കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അവസാനം കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരുമ്പോൾ കുറച്ച് ടൈമും നമുക്ക് വേസ്റ്റ് ചെയ്യും, നമ്മൾ കുറച്ച് റിസോഴ്സും വേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് ആ ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടി കുട്ടികൾ നേരത്തെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് തികച്ചും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം വളരെ പെട്ടെന്ന് കോഴ്സ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അവന് രണ്ടാമതൊരു ഡൗട്ടില്ല. നേരത്തെ മൈൻഡ് സെറ്റാണ്, ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണം, എനിക്ക് ചാർട്ടേഡ് അക്കൗണ്ട് ആവണം, എൻ്റെ വിഷൻ ക്ലിയർ ആണ്. അപ്പോൾ അവന് വേറെ സൈഡിലേക്ക് അവൻ്റെ മൈൻഡ് ഡീവിയേറ്റ് ആവില്ല, വേറെ കോഴ്സുകളിലേക്ക് ഫോക്കസ് പോവില്ല. അപ്പോൾ എന്തുകൊണ്ടും അങ്ങനെ നേരത്തെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനത്തെ പ്രോഗ്രാംസ്, അതായത് ഈ സ്കൂളിലേക്ക് ചെന്ന് കുട്ടികൾ, ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇതൊന്നും കേട്ടിട്ടില്ല. ഞാൻ ഡിഗ്രി BCom 3rd ഇയറിലാണ് കേൾക്കുന്നത്, അത് എൻ്റെ സുഹൃത്തിൻ്റെ എന്നാണ് കേൾക്കുന്നത്. ഈ കോഴ്സ് എന്താണെന്ന് അറിയില്ല. ഒരുപക്ഷെ +2 കൊമേഴ്സ് പഠിക്കുന്ന സമയത്ത് അറിയാമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഫൗണ്ടേഷന് പോയേനെ, ഡിഗ്രിക്ക് ചിലപ്പം പോകില്ലായിരുന്നു. അപ്പോൾ അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. വളരെ നേരത്തെ കുട്ടികൾ ഒരു 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ അറ്റ്ലീസ്റ്റ് ഒരു ഹൈസ്കൂൾ, അതായത് 8, 9, 10 ഐ തിങ്ക് ദാറ്റ് ഈസ് ഐഡിയൽ ടൈം. അന്നേരം അവൻ അത് സെലക്ട് ചെയ്യുക. വരുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാം കൂട്ടമായി വിദേശത്തേക്ക് ചേക്കേറുന്ന ഒരു ട്രെൻഡാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇത്രയും പ്രൊഫഷണൽ ഓപ്പർച്യൂണിറ്റികൾ ഉള്ളപ്പോൾ നമ്മളുടെ കുട്ടികളോടുള്ള ഒരു ഉപദേശം എന്താണ്? നമ്മുടെ ഈ കോഴ്സുകളെക്കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും അവർക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റികൾ മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കാം. അപ്പം ഇത്രയും വലിയ ഒരു കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനോട് സാറിന് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? കുട്ടികൾ അങ്ങനെ സാറേ പുറത്തേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നതിന് നമുക്കൊരിക്കലും ഒരു നെഗറ്റീവായിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള റിട്ടേൺ ഇവിടെ കിട്ടാത്തത് കൊണ്ടോ പോകുന്നു എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് തികച്ചും തെറ്റായ ധാരണയാണ്. കാരണം നമ്മുടെ സ്വന്തം നാട് മീൻസ് നമ്മൾ പഠിച്ച, നമ്മൾ വളർന്നു വന്ന ഈ ചുറ്റുപാടിൽ നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് നമ്മൾ ഇവിടെ വർക്ക് ചെയ്ത് ഏൺ ചെയ്യുന്നത്, നമ്മൾ മറ്റൊരു കൺട്രിയിൽ പോയി നമ്മൾ അവിടത്തേക്ക് പറിച്ച് നടപ്പെട്ട് അവിടുത്തെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അവിടുത്തെ നാട്ടിലൊരു സെക്കൻഡ് സിറ്റിസൺ തന്നെയായിരിക്കും. 2 ജനറേഷൻ കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് സിറ്റിസൺ ആവുള്ളൂ. അപ്പോൾ അത് അവിടെ വർക്ക് ചെയ്ത് കുറച്ച് റിട്ടേൺ കൂടുതലെന്ന് പ്രതീക്ഷിച്ച് പോകുന്നത്, ഈ രണ്ടുപേരും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടും ബെറ്റർ നമ്മുടെ ഇവിടെ നിൽക്കുന്നത് തന്നെയാണ്. പിന്നെ മേ ബി ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ബെറ്റർ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയും കുറച്ച് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഇവിടത്തെക്കാളും സാമൂഹിക ചുറ്റുപാട് ഡിഫറൻ്റാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നവർ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറഞ്ഞ് പോകുന്നത് തികച്ചും മണ്ടത്തരമാണ്. കാരണം നമ്മുടെ ഇവിടെ ഈ ക്വാളിഫിക്കേഷനുള്ള വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ളൊരു ക്വാളിഫൈഡ്സിന് അവിടെ കിട്ടുന്നതിൻ്റെ അത്രയും അല്ലെങ്കിൽ പോലും ഓൾമോസ്റ്റ് അതിൻ്റെ നിയർ ബൈ റെമ്യൂണറേഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ്, ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് കുറവാണ്.
അപ്പം അങ്ങനെ അതിനുവേണ്ടി പോകണമെന്നില്ല. ഇനി അങ്ങനെ പോകുന്നുള്ളവർക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോർ തുറന്നിട്ടിട്ടുണ്ട്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടും ഫോറിൻ ബോഡീസുമായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് MOU അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. നമ്മുടെ 1-2 സ്റ്റുഡൻസ് കാനഡയിലുണ്ട്. CA ക്വാളിഫൈ ചെയ്തിട്ട് അവർ കാനഡയിലേക്ക് പോയിട്ട് ഇപ്പോൾ അവിടെ നമ്മുടെ ശരിക്കും ഈ പ്രൊഫൈലിൽ തന്നെ അവർ ജോബ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് ചാർട്ടേഡ് അക്കൗണ്ട്സ് പ്രൊഫൈലിൽ അവിടെ പോകുന്നവർക്ക് കമ്പാരിറ്റീവ്ലി മറ്റ് പ്രൊഫഷനേക്കാളും കുറച്ചുകൂടെ പേയ്മെൻറ്റ് കൂടുതലുണ്ട്. അപ്പം പോകുന്നത് കുറ്റമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ട് പോകുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെ ഓപ്പർച്യൂണിറ്റി ശരിക്കും ഉണ്ട്, റെമ്യൂണറേറ്റീവുമാണ്. നമ്മൾ പറയാറുണ്ടല്ലോ മാതാപിതാ ഗുരു ദൈവമെന്ന്. അപ്പം ഈ നമ്മുടെ അധ്യാപക ദിനം അടുത്ത് വരികയാണ്. അപ്പം സാറിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളോടും സാറിൻ്റെ ഇപ്പോഴത്തെ സ്റ്റുഡൻസിനോടും സാറിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു സാറിൻ്റെ സന്ദേശം എന്താണ്? സന്ദേശം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സന്ദേശം ആയിട്ടൊന്നും പറയാനില്ല. നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യം, അതിപ്പോൾ പഠിക്കുന്നതായാലും നമ്മൾ ജോലി ചെയ്യുന്നതായാലും, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആണ് അത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ റിട്ടേൺ മേ ബി കുറച്ച് സമയം എടുക്കുമായിരിക്കും, പക്ഷേ അതിൻ്റെ റിട്ടേൺ തിരിച്ച് നമുക്ക് കിട്ടും. അത് പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും പഠിക്കുന്ന കാര്യത്തിലായാലും ഈവൻ മക്കളെ നമ്മൾ വളർത്തുന്ന കാര്യത്തിലായാലും നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചെയ്താൽ അതിന് തിരിച്ച് പ്രോപ്പറായിട്ടുള്ള റിട്ടേൺ കിട്ടുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 2, പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികൾ പഠിക്കുന്നതിൻ്റെ ആംഗിൾ പറയുകയാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് അത് പഠിക്കാനുള്ള ടൈമാണ്, അന്നേരം കളിക്കരുത്. നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്, കളിക്കാനൊരു സമയമുണ്ട്, പഠിക്കാനൊരു സമയമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കണ്ടുവരുന്നൊരു പൊതുവായിട്ടുള്ളൊരു ട്രെൻഡ്, നമ്മുടെ ഓൾഡ് ജനറേഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന 2016 മുൻപുള്ള സ്റ്റുഡൻസിൻ്റെ മൈൻഡ് സെറ്റും ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ മൈൻഡ് സെറ്റും ഡിഫറെൻ്റാണ്. ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് മൾട്ടി ആക്ടിവിറ്റീസിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ കോഴ്സ് പഠിക്കുന്നത്. ഈവൻ CA കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് വേറെ ഒരുപാട് സൈഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. സോഷ്യൽ മീഡിയ നല്ലതാണ്, പക്ഷേ സോഷ്യൽ മീഡിയയുടെ അതിനകത്ത് അവർ പലപ്പോഴും ഒരുപാട് അഡിക്റ്റായി പോകുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. അഡിക്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ പഠിക്കേണ്ട പ്രഷ്യസ് ടൈം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു. ഞാൻ അതാ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്ന് പറഞ്ഞ് മൊബൈൽ അഡിക്ഷൻ എന്നൊരു കൺസെപ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് അവരുടെ പലപ്പോഴും ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നു. അപ്പം പുതിയൊരു ജനറേഷനോട് എനിക്ക് പറയാനുള്ളത്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ടെക്നോളജി ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതൊരു ബ്ലെസ്സിങ് ആയിരുന്നു. കാര്യം നമുക്കൊരു അങ്ങനെ സമയം പോകാനൊന്നുമില്ല. അപ്പോൾ ഈ പഠിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് മാറി വരുന്നത് ഒരു അപകടമല്ലേ എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും അല്ലെങ്കിലും കുറച്ച് കുട്ടികൾ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്ന സമയത്തെങ്കിലും ഈ നമ്മുടെ സമയം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കണ്ടെത്തി അതൊന്ന് ഒഴിവാക്കി കൂടുതൽ ടൈം സ്റ്റഡിയിലേക്കൊന്ന് ഫോക്കസ് ചെയ്താൽ നല്ലതായിരിക്കും. പാരൻസും അത് കുറച്ചുകൂടെ ഒന്ന് ആ ഒരു ആംഗിളിലൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അത്രേ ഉള്ളൂ. അത് ഇൻട്രൊക്കെ ഉള്ളൂ, ഫൗണ്ടേഷനൊക്കെ ഉള്ളൂ. ഫൈനലാകുമ്പോൾ പിന്നെ നമുക്കറിയാം കുട്ടികൾ തന്നെ ഇൻഡിപെൻഡൻ്റ് ആണ്. ദേ നോ എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളവർക്കറിയാം. പക്ഷേ ഇൻ്റർമീഡിയറ്റും എസ്പെഷ്യലി ഫൗണ്ടേഷൻ, കാരണം ഫൗണ്ടേഷൻ കുട്ടികൾ എന്ന് പറയുമ്പോൾ 17 വയസ്സ് കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്കൊരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ആരെങ്കിലും കൺട്രോൾ ചെയ്യാനില്ലെങ്കിൽ ഇത്രയും കാര്യഗൗരവമായ ഒരു കോഴ്സ് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റില്ല. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണമെന്നുള്ളത് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ഒത്തിരി നന്ദി. വളരെ തിരക്കുകളുള്ള ഒരു വ്യക്തിയാണ് CA ജസ്റ്റിൻ രാജ് സാറ്. കോട്ടയം ചാർട്ടേഡ് അക്കൗണ്ട്സ് അസോസിയേഷൻ്റെ ടാക്സ് ഫാക്കൽറ്റി അവാർഡ് നേടിക്കാൻ ഇവിടെ എത്തിച്ചേരുകയും നമ്മളോടൊത്ത് ഇത്രയും സമയം ചെലവഴിക്കുകയും ചെയ്ത CA ജസ്റ്റിൻ രാജ് സാറിനും കോട്ടയം ചാർട്ടേഡ് അക്കൗണ്ട്സ് അസോസിയേഷൻ്റെ എല്ലാവിധ ഭാവങ്ങളും നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച് സാർ.